നമസ്കാരം നമസ്കാരം നമസ്കാരം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമ്മളിപ്പോ VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 തുടരുകയാണ്. ഇപ്പൊ നമ്മൾ സാക്ഷാൽ ലേക്ക് ഷോറിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇത്രയും ജില്ലകൾ കടന്നാണ് ഇപ്പൊ നമ്മൾ ലേക്ക് ഷോറിൽ എത്തിയിരിക്കുന്നത്. അപ്പോ മാത്രമല്ല ഇത്തരം ഒരു വലിയ സംരംഭത്തിന് നമുക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകി VPS ലേക്ക് ഷോർ ആണ്. ഡോക്ടർ ഷംസീർ വയലിൽ അദ്ദേഹത്തെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. അതോടൊപ്പം മാനേജിംഗ് ഡയറക്ടർ ശ്രീ SK അബ്ദുള്ളയും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ എന്റെ 40 കൊല്ലക്കാല ജീവിതത്തിനിടയിൽ ഏറ്റവും വലിയൊരു സാമൂഹിക ദൗത്യം ഞാൻ ഏറ്റെടുത്തപ്പോൾ ഡോക്ടർ ഷംസീർ വയലിലും അദ്ദേഹത്തിന്റെ VPS ലേക്ക് ഷോറും വലിയ പിൻബലമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ലേക്ക് ഷോറിന്റെ അകത്തുനിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും ലോകമെമ്പാടും ഇത് തത്സമയം കാണുകയാണെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും എത്രയും അപകടം പിടിച്ച വഴിയിലൂടെ കേരളം ഒരു യാത്ര ചെയ്യുമ്പോൾ ആ അപകടത്തിൽ നിന്ന് കേരളത്തെ മുക്തമാക്കാനുള്ള പ്രചാരണ പരിപാടിയുമായി നമ്മൾ മുന്നിട്ടിറങ്ങിയപ്പോൾ അതിന് ഏറ്റവും വലിയ പിൻബലവുമായിട്ടാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ നമുക്കൊപ്പം ചേർന്ന്. കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഒരു പ്രൊഫഷണൽ സ്ഥാപനമാണ്. ഗൾഫ് നാടുകളിലുമൊക്കെ തന്നെ വലിയ ആശുപത്രി ശൃംഖലയുള്ള VPS ലേക്ക് ഷോറിന്റെ ഭാഗം തന്നെയാണ് ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലും. ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നാണ് ഈ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മുടെ ഈ കേരളത്തിൽ വലിയൊരു പ്രചാരണ പരിപാടി നമ്മൾ നടപ്പിലാക്കുന്നു. അതായത് MDMA പോലുള്ള മാരക ഡ്രഗുകൾ ആളുകൾ ഉപയോഗിക്കാതിരിക്കാനുള്ള നമ്മുടെ ഉദ്യമത്തിന് ഏറ്റവും വലിയ പിൻബലം കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രി VPS ലേക്ക് ഷോറും നൽകുന്നു. ഗൾഫ് നാടുകളിലൊക്കെ തന്നെ വലിയൊരു ശൃംഖല, ഒരു ഹെൽത്ത് കെയർ ശൃംഖല ഉള്ള സ്ഥാപനമാണ് VPS ലേക്ക് ഷോർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് നൽകിയ സഹായത്തിനും VPS ലേക്ക് ഷോർ നൽകിയ സഹായത്തിനും ഒക്കെ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഇതൊരു സാമൂഹിക ദൗത്യം, ഇത് ഞങ്ങളൊരു ദൗത്യം കൊണ്ട് നിങ്ങളുടെ ദൗത്യത്തിന്റെ കൂടെ ഞങ്ങൾ ഭാഗഭാക്കാവാണ്. നമ്മൾ ഒന്നിച്ചുള്ള യാത്രയാണ്. അതുമല്ല, എനിക്ക് സന്തോഷപൂർവ്വം ഡോക്ടർ ഷംസീർ വയലിൽ ചിലപ്പം ഗൾഫിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പറയാനുള്ളത് നമ്മുടെ ഒരു ലോങ് സ്റ്റാൻഡിംഗ് ബന്ധമാണ്. ഇതേപോലുള്ള ഗുരുതരമായ സാമൂഹിക പ്രശ്നങ്ങളിൽ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാനുണ്ട്. നമുക്ക് ഈ കേരളത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള തിരിച്ചറിവ് കൂടി ഉള്ളപ്പോഴാണ് ശ്രീ SK അബ്ദുള്ള നമുക്കൊപ്പം സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഇത് നിങ്ങൾക്കും ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടല്ലോ? വളരെയധികം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ദിവസം അങ്ങനെയുള്ള ആൾക്കാർ ചികിത്സിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമുക്കൊരു ഡി അഡിക്ഷൻ വാർഡും റീഹാബിലിറ്റേഷൻ വാർഡും അതിനുണ്ട്. പക്ഷെ ഈ യാത്ര ഒരു കണ്ണു തുറപ്പിക്കലായി മാറിയിട്ടുണ്ട്. അല്ല, ഇത് ഭയങ്കരമായ മാത്രമല്ല ഒരു പ്രത്യേകത ഞാൻ കണ്ടെന്ന് അറിയോ, പണ്ടൊക്കെ അമ്മമാരൊക്കെ ഇത് പറയാൻ മടിക്കുമല്ലോ. ഇപ്പൊ ആൾക്കാർ നമ്മളോട് തന്നെ വന്നങ്ങ് പറയുക, കുട്ടി ശരിയല്ല. നമ്മുടെ CEO കൂടിയായ ശ്രീ ജയേഷ്, സർ, ഇതൊരു നീഡ് ഓഫ് ദി അവർ ആണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഐ ഓപ്പണർ ആണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എല്ലാവരും കൂടി ഒത്തുവരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലേക്ക് ഷോറിൽ നിന്നാണ് ഈ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ CFO കൂടി ഒരു വാക്ക് പറയട്ടെ. പുതിയ തലമുറയ്ക്ക് ഇതൊരു പാഠമാണ്. ഇതിൽ നമ്മളുടെ കേരളത്തിൽ ഇപ്പം വളരെയധികം കുട്ടികൾ, എസ്പെഷ്യലി ചെറിയ ചെറിയ കുട്ടികൾ വരെ ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ട്. ഇത് ഈ സമൂഹത്തിനെ നമ്മൾ രക്ഷിച്ചേ നിർത്തുള്ളൂ. അതിന് ശ്രീകണ്ഠൻ നായരും അതേമാതിരി നമ്മളെ ഹോസ്പിറ്റലും കൂടി ഉള്ള ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല രീതിയിലൊരു കാര്യമാണ്. അപ്പം ഇത് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് ഇത്രയും ജില്ലകൾ കടന്നപ്പോൾ നമ്മൾ ആദ്യത്തെ 1-2 ജില്ല കിടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊരു ചെറിയ പ്രശ്നമാണെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ചെറിയ കുട്ടികൾക്ക് ഈ കൂളെന്നൊക്കെ പറഞ്ഞാൽ മിഠായിയൊക്കെ കൊടുത്ത് ആളുകൾ വളരെ ചെറിയ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ട്. മാത്രമല്ല നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ തന്നെ അതീവ ജാഗ്രത വേണ്ട ഒരു സമയമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. പക്ഷേ ഗവൺമെന്റിന്റെ മുന്നിലൊക്കെ വലിയ ഭാരിച്ച ദൗത്യം ഇത് ബാക്കിയാക്കുകയാണ്. ഇതിന്റെ ഒരു ഇമ്പാക്ട് സർക്കാരിനും മാത്രമല്ല പോലീസ് എക്സൈസ് റെയ്ഡുകളൊക്കെ വളരെ സജീവമാണ്. ഇപ്പോൾ കൊച്ചി വളരെ സജീവമായിട്ടുണ്ട്. ഈ യാത്ര തുടങ്ങിയതിന് ശേഷം ഒരുപാട് സജീവമായ പ്രവർത്തനങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മള് VPS ലേക്ക് ഷോറിന്റെ കോൺഫറൻസ് ഹാളിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ ഞാൻ എന്റെ മാധ്യമ കരിയറിൽ 40 കൊല്ലം പൂർത്തിയാക്കിയ വേളയിലാണ് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഒരു യാത്ര നമ്മൾ ആരംഭിച്ചത്. കേരളത്തിലെ 14 ജില്ലകളിലെ മിക്കവാറും എല്ലാ താലൂക്കുകളും ടച്ച് ചെയ്ത് നടത്തുന്ന ഒരു യാത്രയാണിത്. നിങ്ങൾക്കറിയുന്ന പോലെ 37-39 ഡിഗ്രി ചൂടിൽ സൂര്യൻ കത്തിയാളുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു യാത്ര നമ്മൾ ചെയ്യുന്നത്. അതല്ല, ഈ യാത്ര ചെയ്യുമ്പോൾ എന്റെ ഒരു 4 പതിറ്റാണ്ടോളം നീണ്ടുപോയ ഒരു മാധ്യമ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഏറ്റെടുത്തതിൽ എനിക്ക് മനസ്സിന്
ഒരു വേണ്ടിയിരുന്നു എന്ന് തോന്നിയ ഒരു ദൗത്യമാണ്. ഒരുപാട് ടെലിവിഷൻ പരിപാടികളൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയും ചെയ്യും പല ചാനലുകളിൽ. പക്ഷെ അതിനേക്കാളുമെല്ലാം ഈ നമ്മുടെ കേരളത്തിൽ വന്ന് സംഭവിച്ചിരിക്കുന്ന ഈ മഹാ അപജയം, അതിൽ നിന്ന് നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ നമുക്ക് ഒരു ജനസാഗരം പോലെ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ്. അപ്പൊ ഈ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു 1-2 ജില്ല കടന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. സാധാരണ ജീവിത സാഹചര്യമല്ല ഇത്. കാരണം നമുക്കൊരിക്കലും മനസ്സിലാകാത്ത രീതിയിൽ ഈ MDMA പോലുള്ള മാരക ഈ സിന്തറ്റിക് ലഹരി ആഴത്തിൽ വേര് പിടിച്ചു കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും ഇത്തരം കാര്യങ്ങൾക്ക് അഡിക്റ്റായി തുടങ്ങുന്നു എന്നറിയുമ്പോൾ നമുക്ക് ഷോക്കാണ്. അതുപോലെ നമ്മുടെ തെരുവോരങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു അക്രമി ചിലപ്പം MDMA കഴിച്ചിട്ടുള്ള ആളായിരിക്കും. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല, എന്റെ കുട്ടികൾ എല്ലാം നല്ല ശുദ്ധരായ കുട്ടികളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പൊതുസമൂഹത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നെങ്കിൽ, നമ്മൾ പൊതു ഇടങ്ങളിൽ യാത്ര ചെയ്യുന്നെങ്കിൽ, ഇത് ശരിക്കും ഈ അക്രമ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുന്നു. 2 മാസം കൊണ്ട് 70 കൊലപാതകങ്ങൾ, അതിൽ 30 കൊലപാതകങ്ങളും MDMA കഴിച്ചവർ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മക്കൾ അമ്മമാരെ വേറിട്ട രീതിയിൽ കാണുന്ന സാഹചര്യം പോലെ ഉണ്ട്. ഈ അടുത്തിടെ ഒരു അമ്മ പരാതിപ്പെട്ട നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അമ്മ പറയുന്നത്, കൂടെ കിടന്ന് ഉറക്കിയിരുന്ന മകൻ ഇപ്പോൾ അവൻ കൈകൾ ശരീരത്ത് വയ്ക്കുമ്പോൾ മറ്റെന്തെങ്കിലും അർത്ഥം കാണുന്നു എന്നെനിക്ക് സംശയം തോന്നുന്നു എന്നൊരമ്മ പറയണമെങ്കിൽ കേരളം കാത്തു സൂക്ഷിച്ച പൈതൃകം, സംസ്കാരം അതൊക്കെ എവിടെയാണ് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മാത്രമല്ല, ഹിന്ദു പത്രത്തിൽ കേരള ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന 8 കോളത്തിൽ ഒരു വാർത്തയിൽ ഈ അടുത്തിടെ പ്രത്യക്ഷപ്പെട്ടത് നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കുന്നു. കാരണം ടൂറിസമൊക്കെ നമ്മുടെ വലിയൊരു സാധ്യതയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങനെ ലഹരി MDMA ഒക്കെ ഒഴുകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് മനസ്സിലാക്കണം. ഈ അവസരത്തിൽ ഇത്രയും വലിയൊരു സാമൂഹിക ദൗത്യം ഏറ്റെടുത്ത്, ഈ നല്ല ചൂടാണ്, AC റൂമിലൊക്കെ ഇരുന്ന് ജോലി ചെയ്ത ആളിന് ഈ ചൂടൊന്നും താങ്ങാൻ പറ്റുന്നതല്ല. എന്നാൽ പോലും ഈ ചൂടിനെയൊക്കെ അവഗണിച്ച്, ഈ ചൂടൊന്നും ഇപ്പൊ നമ്മൾ അറിയുന്നില്ല, ഒരു അവതാര ലക്ഷ്യം പോലെ നമ്മളങ്ങ് കാണുകയാണ്. ഒരുപക്ഷെ ഇനി തിരിച്ച് സ്റ്റുഡിയോ കയറുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ആ രീതിയിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ ദൗത്യം നമ്മൾ ഏറ്റെടുത്തപ്പോ ഞാൻ അന്ന് ശരിക്കും ഒരു അനുശോചനം അറിയിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഡോക്ടർ ഷംസീർ വയലിനെ നേരിട്ട് പരിചയപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ഇതേ വേദിയിൽ വെച്ചായിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു, അങ്ങോട്ട് ഇതിനകത്ത് പങ്കാളിയാകണം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ, അതും അദ്ദേഹത്തിന്റെ സ്പീഡൊക്കെ എനിക്ക് വളരെ അത്ഭുതമായി. കാരണം സാധാരണഗതിയിൽ എന്റെ ഓഫീസിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ പോലും ഒരു അല്പസമയം എടുത്തിട്ട് നമ്മൾ എല്ലാവർക്കും ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ റിപ്ലൈ ഒക്കെ അയക്കും. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെയും മറ്റുള്ളവരെയും ഒക്കെ നമ്മൾ അന്ന് അന്വേഷിക്കും. അപ്പൊ ഇത് അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല. അദ്ദേഹം പറഞ്ഞൊരു ചെയ്യേണ്ട ഒരു കാര്യമാണ്, I am with you എന്ന് മെസ്സേജ് ചെയ്തു. പിന്നീടാണ് ശ്രീ SK അബ്ദുള്ള പോലും ഈ വിവരം ഡോക്ടർ ഷംസീർ വയലിൽ നിന്ന് അറിയുന്നത്. എന്തായാലും ഡോക്ടർ ഷംസീർ വയലിൽ താങ്കൾ അവിടെ ഇരുന്ന് എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ SKN40 എന്ന് പറഞ്ഞ് എക്സ്ക്ലൂസീവായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തന്നെ നടത്തുന്നുണ്ട്. അപ്പൊ മാത്രമല്ല, ലേക്ക് ഷോറിന്റെ ഒരു ആംബുലൻസും ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ വിജയകുമാറിനോട് പറയുകയായിരുന്നു, ആംബുലൻസ് വിട്ടെന്തൊരു നന്നായി. കാര്യം അത്രയും വലിയൊരു മാഫിയ സംഘത്തോട് ഏറ്റുമുട്ടുമ്പോൾ ഒരു ആംബുലൻസ് കൂടെ ഉള്ളത് എന്തുകൊണ്ടും നമുക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ പറയായിരുന്നു തമാശയ്ക്ക്. എന്നാൽ ഇന്ന് ആംബുലൻസ് കൊണ്ട് വണ്ടിയിൽ വീണ ഒരാൾക്ക് ചെറിയ ചികിത്സ കൊടുക്കാൻ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ആ സുഹൃത്തുക്കൾ അത് അപ്പൊ തന്നെ ചാടിയിറങ്ങി ചെയ്തു കൊടുത്തു. അപ്പോ അവർക്ക് തന്നെ അത്ഭുതമായി. അപ്പൊ അവർ ചോദിച്ചു, മെഡിക്കൽ സംഘമൊക്കെ ആയിട്ടാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നൊരു സുഹൃത്ത് എന്നോട് ചെവിയിൽ ചോദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ശരീരശാസ്ത്രമല്ലേ ഏറ്റവും വലുത്, അപകടത്തിലാകരുതല്ലോ. അപ്പൊ ഡോക്ടർ ഷംസീർ വയലിനോട് ഒരു താങ്ക്സ് പറഞ്ഞ് നമ്മുടെ ഈ ബന്ധം വഷളാക്കുന്നില്ല. എന്തായാലും നമ്മുടെ നെറ്റ്വർക്കും അങ്ങയുടെ ഈ വലിയ സ്ഥാപനവും തമ്മിലുള്ള വലിയൊരു ബന്ധത്തിന്റെ തുടക്കമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു. ഒരുപക്ഷെ കേരളം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഏറ്റവും വലിയ ഒരു ചതിക്കുഴിയിൽ വീണിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. 2021 മുതലാണ് കേരളത്തിൽ ഈ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയത്. പക്ഷെ നിങ്ങൾ ആ കണക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ആദ്യം 600 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ അടുത്ത വർഷം അത് 1200 ആകുന്നു, പിന്നീട് 2000 ആകുന്നു, 3000 ആകുന്നു. ഈ 2025 ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഏതാണ്ട് 600-700 കേസുകൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഒരുപക്ഷെ നമുക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഈ യാത്ര കൊണ്ടുണ്ടായ ഒരു ഗുണം, പ്രത്യേകിച്ച് നമ്മുടെ ടെലിവിഷൻ നെറ്റ്വർക്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ പോകുന്നുണ്ടാണോന്ന് അറിയില്ല, വലിയ ജനപിന്തുണയാണ് ഇതിന്. കാരണം പണ്ടൊക്കെ ആളുകൾ ഈ തറവാടത്തൊക്കെ പറഞ്ഞിട്ട് ആളുകൾ മടിക്കുമായിരുന്നു ഇതൊക്കെ തുറന്നു പറയാൻ. നമ്മുടെ അന്തസ്സും അഭിമാനവും എല്ലാം പോയി കിടക്കുക. നമ്മളത് സംരക്ഷിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതല്ല, ഇതിനകത്ത് ഞങ്ങള് അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്, മാത്രമല്ല ഈ സ്ഥാപനം മാത്രമല്ല, ഞാൻ മുഖ്യമന്ത്രിയോട് തന്നെ ഒരു ലൈവായിട്ടൊരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയ ശേഷമാണ് ഈ യാത്ര തുടങ്ങിയത് തന്നെ.
അദ്ദേഹത്തിന് ഞങ്ങളൊരു പ്രബന്ധം അവസാനം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. സാധാരണ ഈ പ്രബന്ധം നിങ്ങൾക്കറിയാമല്ലോ, ഒരു റിപ്പോർട്ട് അയക്കാന്ന് പറഞ്ഞാൽ സർക്കാരിന് അയക്കാന്ന് വെച്ചാൽ എല്ലാവരെയും സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കും അയക്കുന്നത്. വളരെ അസുഖകരമായ റിപ്പോർട്ടായിരിക്കും ഞങ്ങൾ സർക്കാരിന് കൊടുക്കുക. എന്ന് മാത്രമല്ല, ചില ഒളിവിടങ്ങൾ, ചില ഉറവിടങ്ങൾ, ചില ആളുകൾ, ചില പൊതുപ്രവർത്തകർ, ഈ MDMA സുലഭമായി കിട്ടുന്ന ചില ഗ്രാമങ്ങൾ, ചില നഗരോരങ്ങൾ, കൊച്ചി നഗരത്തിന്റെ അധോലോകത്ത് എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തുന്ന തെളിവുകൾ സഹിതമുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു CID സംഘവും ഒരു ഗവേഷണ വിഭാഗവും ഞങ്ങൾക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. ഞങ്ങൾ അത് കോൺഫിഡൻഷ്യൽ ആക്കിയിട്ട് മുഖ്യമന്ത്രിക്ക് മാത്രം സമർപ്പിക്കും. മറ്റുള്ളതൊക്കെ റിപ്പോർട്ടിന്റെ ബാക്കി ഭാഗം പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഒരു കോൺക്ലേവിൽ ഈ യാത്ര അവസാനിക്കുന്ന ഏപ്രിൽ 20-ാം തീയതി ആയിരിക്കും. 15 ദിവസങ്ങൾക്കകം ഈ റിപ്പോർട്ട് കൊടുക്കുകയും അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം നിശ്ചിതമായ നിലപാടുകൾ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇതിനകം തന്നെ പറഞ്ഞിരിക്കും, നമ്മുടെ നാട്ടിലെ അമ്മമാര് നിലവിളിച്ചു തുടങ്ങി. വല്ലാത്ത ഭീതിയാണ്. രാത്രി പുറത്തിറങ്ങി പോകുന്ന ചെറുപ്പക്കാരൻ, 18-19 വയസ്സുള്ള പയ്യൻ മടങ്ങി വരുമ്പോ കൊലക്കത്തിയുമായി കയറി വരുമോ, അമ്മയെ വേറെ രീതിയിൽ കാണുമോ എന്നൊക്കെ സംശയിക്കുന്ന അമ്മമാർ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ഉണ്ട്. വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ കേട്ടോ കേരളത്തിന്റെ ഉള്ളിൽ പുകയുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പോ നമ്മുടെ നഗരത്തിൽ കൊച്ചിയിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അറിയാതെ പോകും. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾക്കറിയാം MDMA പോലുള്ള മാരക ലഹരി കഴിച്ചുള്ള അവസ്ഥ. ഞങ്ങൾ പറഞ്ഞു, അതായത് സ്വാസ്ഥ്യം കെട്ടുപോകുന്ന സ്വബോധം എന്തെന്നറിയാത്തൊരു മനോരോഗിയിൽ നിന്ന് ഒട്ടും അകലെയല്ല ഒരു MDMA-ക്ക് അഡിക്ഷനായ ഒരാൾ. ഞാൻ ഇവരുടെ MDMA-ക്ക് അഡിക്ഷനായ 2-3 പേരെ ഒരു ആശുപത്രിയിൽ പോയി കണ്ടു. എന്തൊക്കെയാണ് ഇവരുടെ ഭാഷയെന്നും ഇവരുടെ വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പേടിച്ചുപോയി. വളരെ യങ്ങായിട്ടുള്ള ചെറുപ്പക്കാരൻ. നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ MDMA വ്യാപകമായപ്പോ 30% ആളുകൾ പ്രായപൂർത്തിയാക്കാത്തവരാണ്. 18 വയസ്സാകാത്ത കുട്ടികളാണ്. അതിൽ തന്നെ 10% പെൺകുട്ടികളാണ് എന്നുകൂടി അറിയുക. കേരളത്തിലെ പ്രശസ്തമായ ഒരു കോളേജിന്റെ ഉള്ളിൽ ഞങ്ങൾ കടന്നപ്പോ ആ കോളേജിൽ ഇതൊന്നും ഇല്ല എന്നൊരാൾ അവിടെ പ്രസംഗം നടത്തുമ്പോൾ അടുത്തിരുന്ന പ്രിൻസിപ്പലിന്റെ ചെവി പറയുകയാണ്, ആ നിൽക്കുന്ന 17 കുട്ടികളും MDMA കഴിക്കുന്നവരാണ്, അതിൽ 7 കുട്ടികളും MDMA-കാരാണ്. ശാസ്താംകോട്ട കോളേജിന്റെ മുന്നിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു മുളങ്കാട് കണ്ടു. ആ മുളങ്കാട് പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുകയാണല്ലോ എന്ന് ഞാൻ പറയുന്ന ഒരാൾ പറയുന്നു, ഈ മുളങ്കാടിനകത്താണ് രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ എല്ലാവരും MDMA കഴിക്കാൻ വരുന്നത്. അപ്പൊ ആ മുളങ്കാടിന്റെ കാര്യത്തിൽ തീരുമാനമായി കാണും. കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് നമ്മളത് പറഞ്ഞിട്ടാണ് പോകുന്നത്. മാത്രമല്ല അവിടെ ബോർഡുകൾ സ്ഥാപിക്കാമെന്നും ഈ കുട്ടികൾ മാത്രമല്ല, അന്ന് ഈ വാട്സാപ്പിന്റെ ഉപയോഗത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് അന്നാണ്. അന്ന് രാവിലെ തന്നെ അവിടെ ആരും വരുന്നില്ല 9 മണിയായിട്ട്. ഞാൻ ഈ പറഞ്ഞ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു വാട്സാപ്പിൽ സന്ദേശം പോയി, SK ഇറങ്ങിയിട്ടുണ്ട്, ഇന്ന് അങ്ങോട്ട് പോകണ്ടെന്ന്. അപ്പൊ അവര് വേറെ വഴിക്ക് പോയി പിറ്റേന്ന് വരുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ വലിയൊരു കലാലയമാണ് DB കോളേജ്. മാത്രമല്ല പോലീസുകാർ ഭയക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മുളങ്കാടിന് തൊട്ടടുത്ത് തന്നെ ശാസ്താംകോട്ട കായലുണ്ട്. ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വിതരണം ചെയ്യുന്ന തടാകമാണ്. പോലീസുകാർക്ക് പേടി, എക്സൈസിനും പേടി. കുട്ടികളെ എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഈ തടാകത്തിൽ ചാടി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവന്റെ തൊപ്പിയും തെറിക്കും, ചിലപ്പോൾ പുട്ടകത്തായി പോകും. ആ പേടി അവർക്കുണ്ട്. അപ്പൊ ഇതാണ് കേരളത്തിൽ ഞാൻ വിചാരിച്ചതിനെ കഴിഞ്ഞ് 3% വിചാരിച്ചെങ്കിൽ 300% നിങ്ങൾക്ക് വിശ്വസിക്കാം. നമ്മുടെ ഗ്രാമങ്ങളൊക്കെ നമ്മളെ നടുക്കിക്കളയായി. ഇപ്പം നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരു പോലെയുള്ള നഗരങ്ങളിൽ നിന്നാണ് ഈ സാധനം വരുന്നതെന്ന് അറിയാം. ഇവിടുന്ന് ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പുതിയ 18 വയസ്സ് പ്രായമാകാത്ത കുട്ടികളെയൊക്കെ നശിപ്പിച്ച് നാശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നമുക്കിനി ഒരു നിമിഷം താമസിക്കാനില്ല. കാര്യം ഓരോ മണിക്കൂറും ഒരു 18-20 ആളുകളെങ്കിലും പുതിയതായി MDMA അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഞങ്ങളുടെ കണക്കുകൾ ചിലപ്പോൾ പിഴയ്ക്കാം, പക്ഷേ സംഭവം യാഥാർത്ഥ്യമാണ്. ഔദ്യോഗികമായി സർക്കാരിന്റെ കണക്കൊന്നും വന്നിട്ടില്ല. കാര്യം ഒരു പഠനവും നമ്മൾ നടത്തിയിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളിലേക്ക് ചേക്കേറുമ്പോൾ പല മന്ത്രിമാരോടും ഞാൻ പറഞ്ഞതാണ്, ഇവരുടെയൊക്കെ പേരുകളൊക്കെ രജിസ്റ്റർ ചെയ്യണം, ഇവർക്ക് എന്തെങ്കിലും ഒരു കണക്ക് വേണം, ഇവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടനയിൽ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ഈ പറയുന്ന പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വല്ലാത്ത അപകടം പിടിച്ച ഈ ഇതുപോലുള്ള ലഹരിയുടെ വഴികളുണ്ട്. ഈ വഴികളൊക്കെ അടയ്ക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാം സഹായത്തിന് വളരെ നന്ദി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കൂടി നമ്മുടെ നാടിനെ നമുക്കിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കുട്ടികളെ നമുക്ക് ഇങ്ങനെ നിർഭാഗ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ കുട്ടികൾക്ക് അറിയാതെ ചെയ്യുന്നവരാണ്, അവരോടല്ല നമ്മുടെ പ്രതികാരം. എന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30-ാം ദിവസം ഞാൻ ഈ യാത്ര കാസർഗോഡ് അവസാനിപ്പിക്കുമ്പോൾ ഈ MDMA വിൽക്കുന്ന അവസാനത്തെ ആളും ഈ കേരളം വിട്ടു പോകണം. നമുക്കൊറ്റ സ്വാർത്ഥതയേ ഉള്ളൂ, നീ എവിടെ പോയിട്ടോ എന്റെ നാട്ടിൽ വേണ്ട എന്നുള്ളതാണ്. കാരണം എന്റെ കേരളം എന്റെ അഭിമാനമാണ്. അപ്പൊ ഈ നാട്ടിൽ നീ ഇവിടെ വിലസണ്ട എന്നുള്ളതാണ്. കുട്ടികളെ നമുക്ക് ശത്രുത ഇല്ലാതെ കൂടെ അണച്ചു നിർത്തണം. കാര്യം കുട്ടികൾക്കൊന്നും അറിയില്ല. കാരണം ഈ മിഠായി കൊടുത്തും
ഈ നഗരോരങ്ങളിൽ നിന്ന് കുട്ടികളോട് വാത്സല്യം പ്രകടിപ്പിച്ചുമൊക്കെ കൂടെ നിർത്തുകയാണ്. പെൺകുട്ടികളാണെങ്കിൽ വേറെ രീതിയിലും ചൂഷണം ചെയ്യുന്നു. എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക, സോഷ്യൽ മീഡിയയിൽ അശ്ലീല രംഗങ്ങൾ പ്രസിദ്ധപ്പെടുത്തും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ നമ്മുടെ കേരളത്തിന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ അസ്വാസ്ഥ്യം നിറഞ്ഞ ഒരു ജീവിത ചുറ്റുപാട് എങ്ങനെയോ കൈവന്നിരിക്കുന്നു. കേരളീയത എന്ന് പറയുന്ന പലയിടങ്ങളിലും കൈമോശം വന്നു. കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അഭിമാനം കൊള്ളുന്നവരല്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചരിത്ര ദൗത്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. പക്ഷേ ഇതിലും വലിയൊരു അപകടം പിടിച്ച ദൗത്യം ജീവിതത്തിൽ ഏറ്റെടുക്കാനുമില്ല. കാരണം നമ്മളോട് എതിരാൻ വരുന്നവരൊക്കെ താൻസാനിയ പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ പാകിസ്ഥാൻ പോലെയുള്ള വിദൂരങ്ങളിൽ നിന്ന് ഈ നെറ്റ്വർക്ക് നിയന്ത്രിക്കുന്ന ആളുകളാണ്. അവരിന്ന് തീരുമാനിച്ച ചില സാറ്റലൈറ്റ് വഴി ബോംബ് ചെയ്ത് എന്റെ ഇടപാട് തരും. കൂടെ ചാകാനായിട്ട് രണ്ടുപേരോട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു 75 ആളുകൾ നമുക്കൊപ്പം സഞ്ചരിക്കുകയാണ്. ഒരുപക്ഷെ ഈ യാത്ര നമ്മുടെ ഒരു ചരിത്ര ധർമ്മമായിട്ട് നമ്മൾ കാണുന്നു. അതിന് എല്ലാവിധമായ പിന്തുണയുമായി എത്തിയ VPS ലേക്ക് ഷോറിനും അതുപോലെ ഇതിന്റെ പ്രൊമോട്ടറും ജീവാത്മാവും പരമാത്മമായ ഡോക്ടർ ഷംസീർ വയലിനും അതുപോലെ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ SK അബ്ദുള്ളയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരുപക്ഷെ ഈ ചരിത്ര ദൗത്യത്തിൽ അങ്ങ് ചേർന്നത് ഒരു ചരിത്ര നിയോഗമായി എടുക്കും എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് പറയാം. താങ്ക് യു. നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. അതിന് ശ്രീ SK അബ്ദുള്ള 2 വാക്ക് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു SKN ടീമിനും SKN40 ടീമിന് ഹാർദവമായ സ്വാഗതം. നേരായ വിവരം മാത്രം നൽകുന്ന 24 ഫോളോവേഴ്സും അതിന്റെ കൂടെ ധീരമായ ഇടപെടൽ നടത്തുന്ന ശ്രീകണ്ഠൻ നായർ, ഇത് രണ്ടും കൂടി ആയപ്പോൾ അവരോട് എന്തുകൊണ്ടും സഹകരിക്കുന്നില്ല എന്ന് മാത്രമേ ആൾക്കാർ ചോദിക്കുള്ളൂ. മാധ്യമത്തിന് ആദ്യമായി ആവശ്യമുള്ളത് ധീരമായ നേരായ വിവരം നൽകുക, ധീരമായി ഇടപെടുക. അത് രണ്ടും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായർ എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ദൗത്യത്തിന് സർവാത്മന പിന്തുണ നൽകാൻ അന്ന് തന്നെ നമ്മുടെ ചെയർമാനായ ഡോക്ടർ ഷംസീർ വയലിൽ തീരുമാനിച്ചപ്പോൾ അത് രണ്ടു കൈകൊണ്ടും നമ്മൾ സ്വീകരിക്കുകയും അത് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ അവരോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലഹരിയെക്കുറിച്ചും ഇതിനെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല. അത് SKN കഴിഞ്ഞ 10 ദിവസങ്ങളായി പറയുന്നുണ്ട്. ഇനിയും 20 ദിവസം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതോടുകൂടി അദ്ദേഹം പ്രത്യാശിക്കുന്നത് പോലെ, നമ്മളെല്ലാം വിഭാവനം ചെയ്യുന്നത് പോലെ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ അവസാനത്തെ NDMA-കാരനോട് കെട്ടുകെട്ടിച്ച് പോകുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത് മാത്രമല്ല, ലഹരി എന്ന് പറയുന്നത് ഒരു അസുഖമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വെറും ഒരു അസുഖമാണ്. അത് ചികിത്സിക്കേണ്ടതാണ്. കാരണം ഒരു തെറ്റ് ചെയ്താൽ പോലും ജീവിക്കാൻ ഭയമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അത് തെറ്റാണ് അവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഒരു അപ്പച്ചൻ രാത്രി വന്ന് മദ്യപിച്ച് കിടക്കുകയാണ്. അപ്പച്ചനോട് മകൻ പറയാണ്, അച്ഛാ എന്തിനാണ് അച്ഛാ ഇത് കുടിക്കണത്, നിർത്ത്. ഓക്കെ മോനെ, ഇന്ന് ലാസ്റ്റ്, ഞാൻ നാളെ ഞാൻ കുടിക്കില്ല. നാളെ ആണ്ട് വീണ്ടും അദ്ദേഹം ഇതേ ആവശ്യത്തിനായിട്ട് അവിടെ പോവാണ്ട് കുടിക്കുകയാണ്. അപ്പൊ ഇതൊരു അസുഖമാണ്. ഈ അസുഖത്തെയാണ് നമ്മൾ നേരിടേണ്ടത്. അതിന് എല്ലാവിധ പിന്തുണയും ഇതിന് നേരിടാനുള്ള എല്ലാവിധ പിന്തുണയ്ക്ക് വേണ്ടി ഈ ആവേശ പദയാത്ര നടത്തുന്ന SKN ടീമിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. നമസ്കാരം. ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. നമ്മൾ ഈ യാത്ര തുടങ്ങിയത് ഗവൺമെന്റിന്റെ മേലിലും ആഭ്യന്തര വകുപ്പിന്റെ പേരിലും വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയിരിക്കുന്നത്. കൊച്ചിയിലൊക്കെ വ്യാപകമായ റെയ്ഡ് തുടങ്ങി. കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും ഒക്കെ റെയ്ഡുകൾ പുരോഗമിക്കുകയാണ്. ഈ റെയ്ഡിൽ നിന്നൊക്കെ തന്നെ MDMA ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇത്രയും MDMA കേരളത്തിൽ കടന്നു എന്ന് നമ്മൾ അറിയണം. അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഒരു കാര്യം കൂടി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയോട് ഞാനൊരു പേഴ്സണൽ റിക്വസ്റ്റ് ചെയ്തതാണ്. ഒരു സ്ഥാപനത്തിന്റെയും മേലധികാരിയുടെ അനുമതിയില്ലാതെ പരിശോധനയ്ക്ക് എക്സൈസിനും പോലീസിനും സംയുക്തമായി കയറാനുള്ള ഉത്തരവങ്ങ് കൊടുക്കണമെന്ന് പറഞ്ഞു. പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യാമ്പസുകളിൽ സാധാരണ പ്രിൻസിപ്പലിന്റെ അനുമതിയോട് വേണം ക്യാമ്പസിൽ പോലീസ് കടക്കാൻ എന്നൊക്കെ പറയാറുണ്ട്. കാരണം നമ്മളതൊക്കെ മനുഷ്യാവകാശത്തിന്റെ ഒക്കെ പേരിലാണ്. മലയാളി മൊത്തം വീണ് കിടക്കുമ്പോൾ നമ്മൾ ഇനി അവകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറച്ചു കാലത്തേക്ക് നമ്മൾ മനുഷ്യാവകാശം മാറ്റി വെക്കുന്നു. ഇതുവരെ നമ്മളെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റിന്റെ സമയമാണിത്. ഈ പ്രചാരണം എക്സൈസും പോലീസും നടത്തണ്ട, ഞങ്ങൾ ഇഷ്ടംപോലെ നടത്തുന്നുണ്ട്. ഞങ്ങൾ നടത്തുന്ന സമ്മർദ്ദം വളരെ കൂടുതലാണെന്ന് ചില മന്ത്രിമാർ നമ്മോട് പറഞ്ഞു. മറ്റെങ്കിലും ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെ വരും. നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കണ്ടേ, നിങ്ങൾ ഇത്രയും കാലം ഉറങ്ങിയല്ലായിരുന്നു ഞാൻ ഒരു മന്ത്രിയോട് ചോദിച്ചു. കാരണം ഇത് ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇത്രയും സാധനങ്ങൾ കേരളത്തിൽ കടക്കില്ല. കാരണം നിങ്ങൾക്ക് അറിയുന്ന വിജിലൻസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഒക്കെ റിപ്പോർട്ട് ഇഷ്ടംപോലെ സർക്കാരിന് കിട്ടുന്നുണ്ട്.
എന്നാൽ ആ റിപ്പോർട്ടിന്റെ മേളിൽ ഇവർ അടയിരുന്നു എന്ന് സംശയിക്കാൻ ന്യായമുണ്ട്. ഇപ്പം ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ നെറ്റ്വർക്കിലൂടെ ഇപ്പം നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ എയർ ടൈമിന്റെ ഒരു 30% നമ്മൾ ഈ ലഹരി വിരുദ്ധ സംഭവത്തിനായിട്ട് ചെലവഴിക്കുകയാണ്. ഒരു ചാനൽ എന്ന് തുറന്നിട്ടിരിക്കുകയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോ എന്നോട് ഒരാൾ ചോദിച്ചു, ഇത് ലഹരിയും കൊണ്ട് നടന്നിട്ട് നിങ്ങൾ കടമൂട്ടാൻ പോകണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾക്ക് കിട്ടുന്ന വരുമാനം മാത്രമല്ലല്ലോ പ്രശ്നം, നാട് നിലനിന്നാലല്ലേ ചാനൽ കൊണ്ട് നടന്നൊരു കാര്യമുള്ളൂ. എന്തായാലും നമ്മളൊരു ദൗത്യമായിട്ട് ഇറങ്ങി ഈ ദൗത്യത്തിൽ നമ്മുടെ ലേക്ക് ഷോറിന്റെ ചെയർമാൻ പോലെ നമ്മൾ എത്രയോ യൂസഫലി ഇവിടെ എത്രയോ ആൾക്കാർ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പൊ അവര് ഇപ്പൊ ഉജാല പോലും സാധാരണ ഒരു നാഷണൽ ക്ലയന്റ് എന്നുള്ള നില ഇത്തരം കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവര് അങ്ങനെ പങ്കെടുക്കാത്ത, പക്ഷെ അതിന്റെ എം ഡി നേരിട്ട് ഇതിൽ ഞങ്ങൾ കൂടെ പങ്കെടുക്കണം എന്ന് പറഞ്ഞു വരികയായിരുന്നു. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. കാര്യം ഈ ഓൺ ദ വേയിൽ നമ്മൾ ഒരുപാട് പേരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സഹായത്തിനൊക്കെ നിങ്ങളുടെ പിൻബലമാണ് ഏറ്റവും വലുത് എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു അലകടൽ പോലെ ഒരൊറ്റ സ്വരത്തിൽ മലയാളി ഒന്നിച്ചു നിന്നാൽ പ്രളയം കടന്ന പോലെ, കോവിഡ് കടന്ന പോലെ നമ്മൾ ഇതും കടക്കും. പക്ഷെ ഞങ്ങൾ ഇത് അവസാനിച്ചു എന്ന് കരുതിയാലും ഇത് കുറച്ചു കാലം കൂടെ ഞങ്ങൾ കൊണ്ടു കിടക്കും. വീണ്ടും നുഴഞ്ഞു കയറാൻ ആളുണ്ടാവും എന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മീഡിയയുടെ ക്യാമറ നമ്മൾ തുറന്നു തന്നെ വയ്ക്കും. ഈ വിജയകുമാറിനെ ഞാൻ ലഭിക്കുന്നു, വാർത്താ അവതാരകനാണ്. രണ്ടു വാക്ക് സംസാരിക്കാനായി ഡോക്ടർ എബി അബ്രഹാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ പ്ലീസ്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈ ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് കൂടുതലായിട്ടുണ്ടായ ഒരു വ്യാധിയാണ്. ഒരു വല്ല എസ് കെ അബ്ദുള്ള സാർ പറഞ്ഞൊരു അസുഖമാണ്. 2020 മുതലാണ് ഇത് കൂടുതലായിട്ട് കണ്ടു തുടങ്ങി. ഈയിടെ സ്റ്റാറ്റിസ്റ്റിക്സ് വായിക്കുകയായിരുന്നു. കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം എറണാകുളത്താണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ കേസ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ്. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാരെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അവരെയാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ട് അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല പ്രതിവിധി എന്നുള്ളത് അവരെ ശരിക്കും അവബോധം, ഒരു അവയർനെസ് നടത്തി ഇതിന്റെ വിപത്തിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് ജീവിതം വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല, ജീവിതം തന്നെ ഒരു ലഹരിയാണ്. ജീവിതം ആസ്വദിക്കാവുന്നതാണ്. ശരിക്കും ജീവിച്ച് അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അത് തന്നെ ഒരു ആസ്വാദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഈ ഒരു യാത്രയ്ക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത മിസ്റ്റർ ശ്രീകണ്ഠൻ നായർക്കും അദ്ദേഹത്തിന്റെ SKN40 എന്നുള്ള ഘോഷയാത്രയ്ക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഡോക്ടർ. ഇനി നമ്മളോട് സംസാരിക്കുന്ന ഡോക്ടർ ഷോൺ ടി ജോസഫാണ്. അദ്ദേഹം സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജി ആൻഡ് ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെഡ് ആൻഡ് നെക്ക് സയൻസ്. ഞാൻ ഒരു ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സർജനാണെന്ന് പറഞ്ഞല്ലോ. കേരളത്തിലെ ക്യാൻസറുകളുടെ നമ്മൾ നോക്കാം. ക്യാൻസറുമായിട്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, അത് പലപ്പോഴും ഞാൻ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ഈ അഡിക്ഷൻസ് വളരെ പ്രധാനമാണ് ക്യാൻസറിന്റെ കാരണമാവുന്നത്. നമ്മൾ ബോംബെയിൽ ജോലി ചെയ്യുമ്പം മിക്കവാറും എല്ലാ പേഷ്യൻസും ഈ ടുബാക്കോ ച്യൂയിങ് അല്ലെങ്കിൽ ടുബാക്കോ സ്മോക്കിംഗ് എല്ലാം ഉള്ളവരാണ്. കേരളത്തില് ലേക്ക് ഷോറിൽ നമ്മൾ നടത്തിയ പഠനം അനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഒബ്സർവേഷൻ കണ്ടത്, നമ്മൾ 50% ലാസ്റ്റ് നമ്മൾ കണക്കെടുക്കുമ്പോൾ 10 വർഷത്തെ ഡേറ്റ എടുക്കുമ്പോൾ 57% പേഷ്യൻസ് യാതൊരുവിധ അഡിക്ഷനും ഇല്ലാത്തത്. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ കണ്ട ഒരു കാര്യം, അതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഞാൻ ഏതായാലും പറയാം. നമ്മുടെ ഇവിടെ ഈ അഡിക്ഷൻസ് കുറവാണ്. ടുബാക്കോ, ച്യൂയിങ്, സ്മോക്കിംഗ് ഒക്കെ പണ്ടത്തെ ആയിട്ടൊരു വളരെ മോശമായിട്ടാണ് ചെറുപ്പക്കാരൊക്കെ പൊതുവെ കാണുന്നതെന്നാണ് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോൾ ഒക്കെ ചെറിയ തോതിൽ ഇതിനൊക്കെ ആന്റി അഡിക്ഷൻ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇത് നന്നായിരിക്കുമ്പോഴും നമ്മളിപ്പോ ഈ അടുത്തായി കണ്ടുവരുന്ന ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട കേസുകൾ വരുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. ഇത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. കാരണം 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ലൈഫ് എക്സ്പെക്ടൻസി എടുത്ത കേരളവും ഇന്ത്യയും തമ്മിൽ വ്യത്യാസമില്ല. ഏകദേശം ഒരേ പോലെയാണ്. 30-32 അത്രേ മലയാളിയും ജീവിക്കുന്നുള്ളൂ, ഇന്ത്യയിൽ ഏതൊരാളും ജീവിക്കുന്നു. കാര്യമായ വ്യത്യാസമില്ല. അതിന്ന് നമ്മൾ ഇന്ന് 78 എത്തി നിൽക്കുന്നത്. ഈ 78 എത്തി നിൽക്കുമ്പം നമ്മൾ അമേരിക്കയുമായിട്ട് ഒപ്പത്തിനാണ് നിൽക്കുന്നത് ലൈഫ് എക്സ്പെക്ടൻസി. ഇത് നമ്മൾ എത്തിയത് നമ്മുടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് നമ്മുടെ ഈ മലയാളികൾ ഓരോരുത്തരും ഒരുമിച്ച് നിന്നാണ് ഇന്നത്തെ ഈ കേരളത്തെ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് നശിപ്പിക്കാൻ, നമ്മളുണ്ടാക്കി ഈ സിസ്റ്റത്തെ നശിപ്പിക്കാൻ
നമ്മൾ ആരെയും സമ്മതിക്കാൻ പാടില്ല. അപ്പൊ അതിനായിട്ട് മുന്നിട്ടിറങ്ങിയത് മാധ്യമരംഗത്ത് നിന്നാണ്. കാരണം നേരായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, സെൻസേഷണലിസത്തിന് പുറത്തു പോവാതെ, അതിന് മാത്രം പുറകിൽ പോവാതെ കാര്യങ്ങൾ നേരായി റിപ്പോർട്ട് ചെയ്യുക, നിർഭയമായി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാധ്യമരംഗത്ത്. അപ്പം SKN നമ്മൾ തമ്മിൽ എന്നുള്ളത്, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി, സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മളുടെ ഇടയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിനുള്ള എല്ലാ സപ്പോർട്ടും മനസ്സുകൊണ്ടും അല്ലാതെയുമുള്ള എല്ലാ സപ്പോർട്ടും പറയുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. കാരണം ഇത് നമ്മുടെ സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഉണ്ടാക്കിയ സമൂഹത്തെ മറ്റാർക്കും കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. നമ്മൾ ഇതിന് ഒരുമിച്ച് നിൽക്കണം. താങ്ക് യു ഡോക്ടർ. ഇനിയും ഡോക്ടർ സേവ്യർ PJ, അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ വേദിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും നന്നായി അതിനെപ്പറ്റി എന്താണ് അതിന്റെ സാഹചര്യം, അതിന്റെ അവസ്ഥ എന്താണെന്ന് ഡോക്ടർക്ക് അറിയാം. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുള്ള ആൾ കൂടിയാണ് ഡോക്ടർ സേവ്യർ. ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൈമാറുന്നു. Thank you. First of all, I thank Srikandan Nair. 40 വർഷത്തെ സക്സസ്ഫുൾ ജേർണി ആൻഡ് അവർ VP ഷംഷീർ ആൻഡ് SK അബ്ദുള്ള സാർ. നമ്മുടെ ഈ ഹോസ്പിറ്റലില് ഞാൻ വന്നിട്ട് 10 വർഷമായി. അതിനു മുമ്പ് 20 years ആയിട്ട് ഐ വാസ് വർക്കിംഗ് ഫോർ ഡി അഡിക്ഷൻ. അപ്പോൾ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 1.5 ലക്ഷം മദ്യപാനികളെ വിത്ത് ആൽക്കഹോൾ, ടുബാക്കോ, കഞ്ചാവ് ഒക്കെ ആയിരുന്നു പണ്ട് കൂടുതൽ. ആസ് നമ്മുടെ ശ്രീ SKN പറഞ്ഞ മാതിരി ഈ കോവിഡ് കാലം കഴിഞ്ഞ് ആ സമയത്ത് പിള്ളേരുടെ കയ്യിൽ ഫോൺ വരികയും ഇതിന്റെ ആക്സസ് ഒക്കെ കൂടുതൽ കിട്ടാൻ തുടങ്ങിയപ്പോൾ മുതൽ സാർ പറഞ്ഞ മാതിരി തന്നെ ഒരു 2021 ഏറ്റവും കൂടുതൽ റിപ്പോർട്ട്സ് കേരളത്തിൽ നിന്നൊക്കെ വരാൻ കാര്യം. കേരളത്തിൽ നിന്ന് കറക്റ്റ് നിർഭയം ധൈര്യത്തോടെ നമ്മൾ ഡാറ്റാസ് ഒക്കെ കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഡാറ്റ ഭയങ്കര കൂടുതലാണ്. ഈ 3000 ആഫ്റ്റർ 2-3 years 2023 വരെയും ഡാറ്റ 30,000 ആയി മാറി, 45,000 ആയി മാറി. ദാറ്റ് മീൻസ് 6 times to 7 times ഇൻക്രീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ MDMA is a synthetic drug which can cause lot of problems. Now ഇപ്പൊ നമ്മളുടെ വരുന്ന തലമുറയു ആക്ച്വലി വി ആർ ഇൻ എ ഗ്രേറ്റ് ത്രെറ്റ്, വലിയ സാമൂഹ്യ വിപത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഐ ഷുഡ് താങ്ക് SKN ഫോർ കമ്മിങ് ഔട്ട് ഓഫ് ദിസ്. ആൻഡ് നമ്മുടെ കേരളം അത്ര മോശം, ഈ റിപ്പോർട്ട്സ് പറയുന്നത് കൂടുതൽ മറ്റുള്ള സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കിയാൽ ഭയങ്കര കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ നിർഭയം റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ആയാലും ഈ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റും മീഡിയാസ് ഒക്കെ വളരെയധികം ഇത് കാണിക്കുന്നത് കൊണ്ടും ഇന്നലെ മിനിഞ്ഞാന്ന് വരെ 250 gram ഓഫ് MDMA വാസ് ടേക്കൺ ഫ്രം വളഞ്ചേരി. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ബാംഗ്ലൂർ. അപ്പൊ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരും. പക്ഷെ ശരിയായ സിന്തറ്റിക് ഡ്രഗ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഏഷ്യൻ കൺട്രി, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പിന്നെ ഈ ട്രയാങ്കിൾ, ഗോൾഡൻ ട്രയാങ്കിൾ ഉണ്ട്. അതില് തായ്ലൻഡ്, മയൻമാർ, പിന്നെ ലോവാസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ് ഇത് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ കൂടുതൽ വന്ന ഇടുക്കി ഗോൾഡ്, കഞ്ചാവൊക്കെയാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ചെയ്യാനും പാടില്ല, കയ്യിൽ വെക്കാനും പാടില്ല, അത് മറ്റൊരാൾക്ക് കൊടുക്കാനും പാടില്ല, സെയിൽ ചെയ്യാനും പാടില്ല, ഒന്നും പാടില്ല. എല്ലാം പണിഷ്യബിൾ ആണ്. സോ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ജസ്റ്റ് ഒരു ആദ്യത്തെ ഒരു 900 grams കൂടുതൽ കഞ്ചാവ് ഒരാൾ പൊസസ് ചെയ്താൽ അയാളെ പണിഷ് ചെയ്യാം. അത് ഇംപ്രസ്മെന്റ് ഉണ്ടാകാം, 10,000 രൂപ ഫൈനും ആകാം. പക്ഷെ ഈ കുട്ടികളൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ അത്ര പാടൊന്നുമില്ല. എന്റെ ഇപ്പൊ ഇന്ന് ഒരു പേഷ്യന്റ് MDMA ചികിത്സ കഴിഞ്ഞ് ഞാൻ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് വിട്ടു. ഒരു ചെറിയ പയ്യൻ, ഒരു 18-20 വയസ്സുള്ളൂ, ഞാൻ പേരൊന്നും പറയത്തില്ല. ഇപ്പൊ വാർഡിലാണെങ്കിൽ 3-4 പേരുണ്ട്. പണ്ടൊന്നും MDMA ഉപയോഗിച്ച് വരുന്നവരുണ്ടാകൂലായിരുന്നു. ഇന്ന് വരുന്നത് എളുപ്പമാണ് കാണാൻ. അവർ വരുന്നതന്നെ റൂമിലോട്ട് വരുന്നതന്നെ ഒരു സ്റ്റൈലിലാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അമേരിക്കൻ പ്രസിഡന്റാണ്, അങ്ങനെയൊക്കെ പറയുന്നത്. സാറിന് എന്ന് തോന്നിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ സംസാരിക്കണം. കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി. എളുപ്പമാണ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ. അവര് അമേരിക്കൻ പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവായിട്ട് ഞാൻ ചാർജ് എടുക്കാൻ പോവുകയാണ്, വേണമെങ്കിൽ സാറിന് എന്താണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. വേണമെങ്കിൽ SKN എന്ത് വേണമെങ്കിലും സഹായം ഞാൻ ചെയ്യാം, 2 കോടി വേണോ എന്നൊക്കെ ചോദിക്കും.
അപ്പൊ നീ എന്തിനാണ് ഇവിടെ വന്ന്? ഞാനൊരു ബൈക്ക് വാങ്ങിക്കാൻ ലോൺ എടുക്കാൻ വന്നതാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇത്ര കോടിയുള്ള ആളാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക അവന് എന്തോ കുഴപ്പമുണ്ടെന്നും. ഇപ്പൊ നമ്മൾ അതിന് പ്രതികരിക്കാനായിട്ട് വയലന്റ് ആയിട്ട് പ്രതികരിച്ചാൽ അവന്റെ ഇത് കിട്ടണത് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ചോദിക്കും എന്താണെന്ന് വെച്ചാൽ, അവനിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കണ കണ്ടു, ഞാൻ അവനെ അടിച്ചു, അത്രേ ഉള്ളൂ. കാരണമൊന്നുമില്ല, മസിൽ പിടിച്ച് നിന്നതാണ് പ്രശ്നം. അപ്പൊ മസിൽ പിടിക്കാനൊന്നും പോകണ്ട. ആരും കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവരൊന്നും നമ്മളെ ഇടിക്കാൻ സാധ്യതകളുണ്ട്. എന്താണെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഇടി ഇങ്ങോട്ട് കിട്ടും. കൊണ്ടതും വാങ്ങിച്ചിട്ട് മിണ്ടാതെ പോവുകയാണ് ഞാൻ എല്ലാവരോടും അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ നല്ലൊരു വാർഡുണ്ട്, 20 ബെഡുള്ള വാർഡ്. ഈ SK അബ്ദുള്ള സാറിന് തന്നെ ആ ക്രെഡിറ്റ് ഇവിടെ ഉണ്ട്. നമ്മള് ഇവിടെ ഈ വേദിയിൽ തന്നെ എല്ലാ മാസവും ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൽ ഞാൻ ഇനി ഒരാളെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. എപ്പോഴും ഈ ഒരു 75 പേരെങ്കിലും ഇവിടെ ഒരു മാസത്തിൽ സെക്കൻഡ് സാറ്റർഡേ ഇവിടെ ഷെയറിംഗ് ഉണ്ട്. അവര് തന്നെ ഈ ചികിത്സിച്ച് വിട്ട പേഷ്യന്റ് തന്നെ അവരുടെ ചികിത്സിക്കാൻ വരുന്ന പേഷ്യൻസിന് കൗൺസിൽ ചെയ്യും. അപ്പൊ ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ ബെറ്റർ ആയി എന്നുള്ള ആ വിശേഷം അവർ പറയുമ്പോൾ അതിന് ഭയങ്കര എഫക്റ്റാണ്. അതിനു വേണ്ടിയിട്ടാണ്, അതിനും SK അബ്ദുള്ള സാറിന് ഞാൻ പിന്നെയും താങ്ക്സ് പറയാണ്. ഈ ഹാള് സെക്കൻഡ് സാറ്റർഡേ ഒരു 11 മണി തൊട്ട് 2 മണിക്ക് വരെയും ഇവിടെ ഒരുപാട് ഈ ശരിക്കും അനുഭവിക്കുന്ന MDMA ഉപയോഗിക്കുന്നവരും ഉപയോഗിച്ച് ബെറ്ററായ നിർത്തിയവരും അവരുടെ റിലേറ്റീവ്സും കൂടി ഉള്ള റിയൽ ഷോ ആണ്. എനിക്ക് ഇതുപോലെ റെക്കോർഡ് ചെയ്ത് എടുക്കാനായിട്ട് താല്പര്യമുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ അവരോട് 2-3 പേരെ വിളിക്കാൻ ശ്രമിച്ചു ഇങ്ങോട്ട് വരാൻ ഇന്ന്. അപ്പൊ അവര് പറഞ്ഞു എന്റെ മകനെ ഒന്നും മുഖം കാണിക്കാൻ പറ്റൂല, അതുകൊണ്ട് വേറൊരു ദിവസം ആകാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ഇന്ന്, MDMA അല്ല, ഈസിയർ ഒരാൾ വന്നിട്ടുണ്ട് പറയാനായിട്ട്. ധൈര്യമായി നിർഭയം നേരോടെ വന്നിരിക്കുകയാണ്. മുഖം ഒന്നും ബ്ലർ ചെയ്യണ്ട, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഏതായാലും 1.5 ലക്ഷം പേര് ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. അതില് മദ്യപാനികൾ നമുക്കറിയാലോ, അവര് ചിലപ്പോൾ റിലാപ്സ് ആവും. എത്ര റിലാപ്സ് ആയാലും ഞങ്ങള് ട്രീറ്റ് ചെയ്യാറുണ്ട്. വർഷങ്ങളോളം നിർത്തുന്നവര് ഇവിടെ വരാറുണ്ട്. 1 വർഷം നിർത്തിയാൽ ഞാനൊരു സിൽവർ മെഡൽ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഈ സാറ് കൊടുക്കാറുണ്ട്. നല്ല നല്ല സീനിയേഴ്സ് ഡോക്ടേഴ്സിനെയൊക്കെ വെച്ച് ഞങ്ങൾ ഇവർക്കൊരു സന്തോഷം. 3 വർഷം നിർത്തിയവർക്ക് ഗോൾഡ് മെഡൽ കൊടുക്കാറുണ്ട്. അതെല്ലാം ഈ സെയിം വേദിയിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പം ഇത് കാണുമ്പോൾ ഇൻട്രസ്റ്റ് നമ്മുടെ, എനിക്ക് തോന്നുന്നത് ജയേഷ് സാർ ഒരു പ്രാവശ്യം വന്ന് അറ്റൻഡ് ചെയ്തതോടുകൂടെ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം ഇവർ പറയുന്നത് റിയൽ സ്റ്റോറിയാണ്. എങ്ങനെയാണ് ഇവർ പിടിച്ച് ചികിത്സക്ക് കൊണ്ടുവരുന്നത്, പല നുണയൊക്കെ പറഞ്ഞായിരിക്കും കൊണ്ടുവരുന്നത്. ചിലർ ബൈക്ക് വാങ്ങിക്കാനായിട്ട് എന്റെ കയ്യിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വിൽക്കാനുണ്ട് സാറ്, കൊടുക്കാനുണ്ടോ എന്ന് പറഞ്ഞ ഒരാൾക്ക്. അപ്പൊ ബൈക്ക് നോക്കുന്നതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം. അതിനെന്തിനു സാറ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോടും? അങ്ങനെയൊക്കെ പല ഇതുകൊണ്ട്. ഭാര്യക്ക് BP അത് ചെക്ക് ചെയ്യാൻ വരുന്നു. BP ചെക്ക് ചെയ്ത ആള് BP ചെക്ക് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവാണ്. അത് കഴിഞ്ഞ് അഡ്മിറ്റ് ആവുന്നു. പിന്നെ ഉള്ള സത്യമൊക്കെ ഞങ്ങൾ തുറന്നു പറഞ്ഞ് അവരെ ചികിത്സിച്ച്, അവരെ അല്ലാതെ നമ്മള് വെറുതെ ഒക്കെ വിട്ടാല് ചികിത്സിച്ചിട്ട് ഈ പാമ്പിനെ നോവിച്ച് വിടണമാരിയിരിക്കും. ചികിത്സിച്ച് പൂർത്തിയാക്കാതെ വിട്ട റോട്ടിൽ വെച്ച് ശ്രീകണ്ഠൻ സാർ ഇപ്പൊ ആംബുലൻസും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്, പോലീസും പട്ടാളും. ഞാൻ ഇങ്ങനെ നടന്നാലുണ്ടല്ലോ, എന്റെ പൂർവികന്മാരുടെ ബട്ടൺസ് ഒക്കെ പൊട്ടിപ്പോവാറുണ്ട്. ചിലര് പെരുമ്പാവൂർക്ക് പോകുന്ന ബസ്സിൽ പോണതിന് പകരം എറണാകുളത്തുള്ള ബസ്സിൽ കയറി ചാടി ഓടിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ കേട്ടതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ചികിത്സ തുടങ്ങിയാൽ അത് പൂർത്തിയാക്കി വിട്ടാൽ. എന്റെ നേർക്ക് ഒരു പേഷ്യന്റ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഓടി വന്നു. എന്റെ ഹാർട്ട് നിൽക്കാൻ പോവുകയായിരുന്നു. എന്റെ ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അടുത്തെത്തിയ അദ്ദേഹം കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറാണ് എന്നെ രക്ഷിച്ചത്. അപ്പോഴാണ് എന്റെ ശ്വാസമൊക്കെ പോയി തുടങ്ങിയത്. കാരണം എനിക്ക് എന്താ കിട്ടാൻ പോണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇന്ന് ആ കുട്ടീനെ വിടുമ്പോ അമ്മ പറയുന്നു, സാർ ഞങ്ങളെ രക്ഷിച്ചു, ആ കുട്ടീനെ തിരിച്ചു കിട്ടിയില്ലേ. അപ്പൊ അതൊരു വളരെ നല്ല, പണത്തേലും എന്തിനേലും കൂടുതൽ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഗിവിങ്, അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു നല്ല വാക്ക് കേൾക്കുക. തീർച്ചയായിട്ടും SKNനും ഈ SK അബ്ദുള്ള സാറിനും ഈ ഇൻസ്റ്റിറ്റ്യൂഷനും ഇവിടെയുള്ള പ്രത്യേകിച്ച് ഞാൻ പറയുന്ന നഴ്സുമാരുടെ സപ്പോർട്ട് വേണം. ഈ നഴ്സുമാരുടെയൊക്കെ ഞാനിങ്ങനെ മരുന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോകും.
അത് കഴിഞ്ഞ് ഈ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന നഴ്സുമാരാണ്. അപ്പൊ അവർക്കിട്ട് എന്തും പറയാം. പല ഞാൻ പറയുന്നില്ല, എന്നാലും പറഞ്ഞ് പെണ്ണുങ്ങളാണെങ്കിൽ അതിനെ കുറിച്ച് കമന്റ്, അരികിൽ നിന്നാലും എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി പോകും. അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം നേരിടുന്ന നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ടീമുണ്ട്, സൈക്കോളജി ടീമുണ്ട്, ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇറ്റ് ഇസ് റണ്ണിങ് വെരി വെൽ. ആദ്യമൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ അവർക്ക് ഈ വിഡ്രോവൽ സിംറ്റംസ് വരുമ്പോൾ അവർ ചില ഹോളിൽ കൂടെയൊക്കെ ഓടിക്കളയും. അത് ഹോൾസ് എല്ലാം സാറ് ഇങ്ങനെ വെൽഡ് ചെയ്ത് അടച്ച് അത് ഭംഗിയായിട്ട് പോടാത്ത വിധത്തിലായിട്ടുണ്ട്. അത് വർഷങ്ങളായി, ഇപ്പൊ 10 വർഷമായിട്ട് വി ആർ ഡൂയിങ് വെൽ. അപ്പൊ സാർ ഇതിനകത്ത് ഇൻട്രസ്റ്റ് എടുത്ത് ഇവിടെ വന്നപ്പോൾ ശരിക്കും എനിക്ക് വളരെ സന്തോഷമായി. ഐ കൺഗ്രാറ്റുലേറ്റ് യു ആൻഡ് ഗിവ് യു മോർ, ലെറ്റ് ദ ലോർഡ് ഗിവ് യു മോർ സ്ട്രെങ്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ഗോ ഫോർവേഡ്സ്. അത് വളരെ നന്നായി. താങ്ക് യു. അത് നമ്മളുടെ കേരളം, അത് സാറ് പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിൽ എല്ലാം ഇങ്ങനെ തുറന്നു കാണിക്കും. ഷോൺ സാറ് തന്നെ പറഞ്ഞു, നമ്മുടെ കേരളം എല്ലാം തുറന്നു കാണിക്കുന്നു, തുറന്നു വാങ്ങിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഒരു ബിഗിനിങ്, വെരി ഗുഡ് ബിഗിനിങ് ആണ്. അവയർനെസ് മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് ശരിക്കും 1.5 ലക്ഷം പേര് ആൽക്കഹോളിൽ നിന്നും അതർ ഡ്രഗ് അബ്യൂസിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഞാൻ പറയുന്നത് വരുമ്പോ ഒന്നും പറ്റില്ല. ആദ്യം യേശുക്രിസ്തു ആയിട്ടല്ലേ വന്നത്, ട്രംപായിട്ടൊക്കെയാണ് ഇവർ വരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവനൊന്നും പിടിച്ചാൽ കിട്ടൂലെന്ന് വരും. പക്ഷെ അതിനൊക്കെ വഴികളുണ്ട്. ആദ്യത്തെ 2 ദിവസം ഞാൻ മിണ്ടാൻ പോലും പോകാറില്ല. ഞാൻ മരുന്ന് കൊടുത്തിട്ട് മിണ്ടാതെ പോവുള്ളൂ. 2-3 ദിവസം ഉറങ്ങി കഴിയുമ്പോൾ ദേ വിൽ സ്റ്റാർട്ട് ടോക്കിംഗ് പ്രോപ്പർലി. ഇവിടുന്ന് ദുബായിൽ നിന്നൊക്കെ വന്ന് 2-3 പേരുണ്ട്. നമ്മുടെ വാർഡില് 10-20 പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. അത് ഈ MDMA ഇസ് കമ്മിങ് വെരി വെരി ഹൈ സ്പീഡ് ലെവലിലാണ് അബ്യൂസ് തുടങ്ങുന്നത്. പഞ്ചസാര പൊടി പോലെ ഇരിക്കുന്ന സാധനം പൊടി എന്നിട്ട് ഞാൻ ഇന്ന് ആ കുട്ടിയെ എന്റെ വാർഡിൽ കിടക്കുന്ന കാണിച്ചു കൊടുത്തു. സിഗരറ്റിന്റെ ഉള്ളിൽ സിഗരറ്റും ഉണ്ട്, ലൈറ്ററുകൾ ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഒരു സിൽവർ കവറിൽ ഒരു സാധനം, അത് തുറന്നു കഴിഞ്ഞാൽ പൊടി പോലെ ഇരിക്കും. അത് ഇങ്ങോട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്റെ മേത്ത് മുഴുക്കെ എന്തോ ചിപ്പ് പിടിപ്പിച്ചിരിക്കുകയാണ്. വീട്ടിന്റെ അടുത്തുള്ളവർ കൺട്രോൾ ചെയ്യുന്നു, ഞാൻ മൊത്തം കൺട്രോളിലാണെന്നും പറയുന്നു. അതൊക്കെ ഒരു മാനസിക തോട്ട് ഡെലൂഷൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമാണ്. അതിനൊക്കെ മരുന്നുണ്ട്. ഈ മാനസിക രോഗികളെ പോലെ ഇവർ പെരുമാറാൻ തുടങ്ങുന്നു, സൗണ്ട് കേൾക്കുന്നു, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഇവരെ മര്യാദക്ക് ചികിത്സ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് വിടുമ്പോൾ ആ കുടുംബം രക്ഷപ്പെടുന്നു. ഇപ്പൊ എവിടെയെങ്കിലും ഒരു സിൽവർ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ട അവൻ പറയാണ്, ഞാൻ കുറച്ചു നേരം ഈ സ്റ്റീൽ വാച്ചിലോട്ട് നോക്കിയാൽ ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാച്ച് വിൽ ബിക്കം ഗോൾഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഗോൾഡ്? ആ സാറിന്റെ നോക്ക് ഈ പുള്ളിയെ കുറെ നോക്കിട്ട് പറഞ്ഞേ, ഓ ഷൈനിങ് കൂട്ടിയിട്ടുണ്ട് സാർ. ഒരു ഷൈനിങ്ങും കൂടിയിട്ടില്ല, ഇത് പഴമവരെ തന്നെ ഇരിക്കണം. ഷൈനിങ് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ തന്നെയാണ്, ഷൈനിങ് അവിടെ തന്നെ ഉണ്ട്, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം ഒരു അൺറിയൽ വേൾഡിലോട്ട് ഈ കുട്ടികളെ വിടുകയാണ്. അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ വെറുക്കരുത്. അവരുടെ ഉള്ളിലുള്ള ഈ ഡ്രഗ്സ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവർ നമ്മളതിലൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ്, ഭാവി തലമുറയാണ്. ഇതിൽ ഇൻട്രസ്റ്റ് എടുത്ത് വന്ന SK and others and the TV, I thank from my heart. ഞങ്ങള് വളരെ സന്തോഷം. ഇത്ര എനർജറ്റിക് ആയിട്ട് അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ടോക്ക് ചെയ്തിട്ടാണ് സാറ് കയറുന്നതും സംസാരിക്കുന്നത്. ഈ മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഒരു പേഷ്യന്റ് 2 വാക്ക് പറയാം. ഓക്കെ, താങ്ക് യു. അങ്ങോട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് ടോക്ക് ചെയ്യുന്ന ലൈവ് ചെയ്യുമായിരുന്നു. നമ്മുടെ 10 സെക്കൻഡ് 11,000 രൂപ വരെയാ, അന്തം വിട്ട് അന്തരിച്ചു പോകും. പക്ഷെ വേറൊരു കാര്യം എനിക്ക് സന്തോഷമായി. കാരണം നമ്മുടെ ഇപ്പൊ ഇത് വേറെ യൂട്യൂബ് ചാനലിലൂടെ ലൈവായിട്ട് ആൾക്കാർ അങ്ങയുടെ പ്രഭാഷണമൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ലേക്ക് ഷോർ ശരിക്കും ഇങ്ങനെ അകപ്പെട്ടുപോയ കുട്ടികളെ മോചിപ്പിച്ചെടുക്കണുള്ളൂ. അവർക്കായിട്ടൊരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു അറിയുമ്പോൾ സന്തോഷം. താങ്ക് യു. ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞ ലഹരി വലയിൽ നിന്ന് മോചിതനായ ഷാ CP നമ്മളുടെ കൂടെ ഉണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാ CP. ഞാനിവിടെ അടുത്ത് മരട്ടിലാണ് താമസിക്കുന്നത്. ആദ്യം ശ്രീകണ്ഠന്മാർക്കും ഞാൻ ഒരു ബിഗ് സല്യൂട്ട് തരുന്നു. ഇത്രയും വലിയൊരു പ്രയാണം നടത്തുന്ന അദ്ദേഹത്തിന്.
അദ്ദേഹത്തെ ഞാൻ നേരിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. നല്ല സൂര്യനെ പോലെ തെളിച്ചിരിക്കുന്ന മുഖമുള്ള ഒരു അദ്ദേഹത്തിന്റെ മുഖം ഇപ്പൊ കണ്ടോ, വാടിത്തളർന്ന് ആ പ്രയാണത്തിന്റെ ക്ഷീണമാണത്. അതെ, പിന്നെ ഇത്രയും സ്പേസ് കൊടുത്ത ഈ ലക്ഷോറിനും എന്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഞാൻ 2 തവണ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യം ഒരു 25 ദിവസവും പിന്നീട് ഒരു 16 ദിവസവും. എനിക്ക് തന്നെ മറ്റു കാര്യങ്ങളൊന്നും അല്ലായിരുന്നു, മദ്യമായിരുന്നു. മദ്യം ഒരു 1 ലിറ്റർ മേടിച്ചാൽ രാവിലെ 10 മണിക്ക് മേടിച്ചാൽ 3 മണിയാകുമ്പോൾ തീരും. അതായിരുന്നു അവസ്ഥ. എന്റെ വീഴ്ച എന്ന് പറയുന്നത് വളരെ ഉയരത്തിൽ നിന്നുള്ളൊരു വീഴ്ചയായിരുന്നു. അതിന്റെ ആഘാതം വളരെ വലുതായിരുന്നു. കാരണം ബെൻസ് ഉൾപ്പെടെ ബസ് ഉൾപ്പെടെ യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. എന്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഭംഗിയായിട്ട് പോകുന്നു. കോവിഡ് വരുന്നു. കോവിഡിൽ സാമ്പത്തികമായിട്ട് കുറച്ച് അടിയിൽ പോകുന്നു. ഈ അടിയിൽ പോയ സമയത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എനിക്ക് ഏകദേശം കേരളത്തിലെ 10ഓളം ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ടോപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയായിരുന്നു. അങ്ങനത്തെ 3 കാർഡുകളും പിന്നെ 3, 4, 5 അങ്ങനെ തുടങ്ങി 40,000 വരെ വരുന്ന കേരളത്തിലെ 10 ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ക്രൈസിസുകൾ വന്നപ്പോൾ അവയെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതെങ്ങനെ പൈസ ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പോയിട്ട് പർച്ചേസ് ചെയ്യും. ഒന്നില്ലെങ്കിൽ സഡനായിട്ട് തന്നെ അവിടെ തന്നെ ക്യാഷ് ആക്കും, അല്ലെങ്കിൽ പണയം വയ്ക്കും. ഈ 10 കാർഡിന്റെയും ലിമിറ്റ് വെച്ചിട്ട് മാക്സിമം ഫണ്ട് റേസ് ചെയ്ത് വീണ്ടും ബിസിനസ്സിലേക്ക് ഇറക്കി. ഇതെല്ലാം കൂടി താങ്ങാൻ പറ്റാതെ ഈ മാസം ഈ 10 കാർഡുകളുടെയും ബില്ല് ജനറേറ്റ് ആകുമ്പോൾ ഇതിനുള്ള വരുമാനം എനിക്ക് ഉണ്ടായിരുന്നു. വരുമാനം പതിയെ കുറഞ്ഞു വന്നപ്പോൾ 2ാമത്തെ കോവിഡിൽ വരുമാനം പതിയെ കുറഞ്ഞപ്പോൾ എനിക്ക് നിക്കക്കളിയില്ലാതെ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും തകർന്ന് തരിപ്പണമായി ഞാൻ ആശ്രയിച്ചത് മദ്യത്തെയാണ്. മദ്യം ഒരു കാരണവശാലും കൈകൊണ്ട് തൊടാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ്. കാരണം 2016 തൊട്ട് 2018 അവസാനം വരെ RCCയിൽ ലിംഫോമ പിടിപെട്ട് 2.5 വർഷം ട്രീറ്റ്മെന്റ് എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ആ വ്യക്തി ഒരു കാരണവശാലും മദ്യം തുടരുക എന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ എന്റെ മദ്യപാനം എന്നെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒരു ഫുള്ള് മേടിച്ചാൽ 3 മണിയോടുകൂടി തീരുന്നൊരവസ്ഥ. ബെഡ് നിറഞ്ഞാതെ, ബെഡിന്റെ റൂം തുറക്കാതെ, റൂം തുറന്നാൽ ഫ്രണ്ടിലെ ഹാൾ കടക്കാതെ, ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് കാണാതെ, ഗേറ്റ് കാണാതെ മാസങ്ങളോളം റൂമിലിരുന്ന് തന്നെ വെള്ളടിയായി. കിടക്കുന്ന ബെഡിന്റെ ഷെൽഫ് നേരെ തലക്ക് മുകളിൽ നേരെ ബെഡിൽ നിന്ന് എണീറ്റ് ഇരിക്കുന്നു, എടുക്കുന്നു, അടിക്കുന്നു. ഇരുന്നിരുന്ന് അടിച്ചു കഴിയുമ്പോൾ വെള്ളം തീരും. വെള്ളം തീരുമ്പോൾ ചിലപ്പോ വെള്ളം എടുക്കുന്നത് മറ്റു വീട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കടന്നോട്ട് ബാത്റൂമിന് ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കും. ഇനി അതിനും അടിയാണെങ്കിൽ ചിലപ്പോൾ ഡ്രൈ ആയിട്ട് അടിക്കും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ ഇവിടെ അഡ്മിറ്റ് ആക്കി. ആദ്യത്തെ 25 ദിവസം ഞാൻ വളരെ സുന്ദരനായി മിടുക്കനായ ഒരു കുട്ടനായി ഇറങ്ങിപ്പോയി. പക്ഷെ അന്ന് എന്നോട് ഡോക്ടർ വളരെ കാര്യമായിട്ട് എന്നോട് പറഞ്ഞത്, മോനെ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വേണം പോവാൻ. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഇഞ്ചക്ഷൻ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയി. വീണ്ടും ആ മദ്യത്തിന്റെ ആസക്തി കൂടി പിന്നീടും വന്നു. കാരണം ഇവിടെ വന്ന് മെഡിസിൻ വാങ്ങിക്കും, 2-3 ദിവസം കഴിക്കും, പിന്നെ കഴിക്കില്ല. ഇവിടെ എല്ലാ 2ാം ശനിയാഴ്ചയും AA മീറ്റിംഗ്, ആൽക്കഹോൾ അനോണിക് മീറ്റിംഗ് ഉണ്ട്. അതിന് ആദ്യത്തെ 2 ദിവസം വരും. എല്ലാ 2ാം ശനിയാഴ്ച ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 മാസം വന്നു, പിന്നീട് വന്നില്ല. ആദ്യത്തെ അങ്ങനെ ഞാൻ ഉഴപ്പി വീണ്ടും മദ്യത്തിലേക്ക് പോയി. പിന്നെ 2ാം തവണ ഒരു 16 ദിവസം കൂടെ അഡ്മിറ്റായി. 16 ദിവസം എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടിയ ഒരു ദിവസങ്ങളായിരുന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ പടമാകുമായിരുന്നു. 2 തവണ ഞാൻ അറ്റംപ്റ്റ് ചെയ്തതാണ്. ആ നിലയിൽ നിന്ന് എന്നെ ഈ രീതിയിൽ എന്റെ ഡസ്റ്ററും എന്റെ ബെൻസും പഴയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായി എന്നെ ഈ രീതിയിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് എന്നെ എത്തിച്ചത് ഈ ഹോസ്പിറ്റലും സേവ്യർ ജോൺ എന്ന് പറയുന്ന എന്റെ ദൈവമാണ്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തിനോടൊപ്പം ഇണങ്ങി നിൽക്കുന്ന നഴ്സിംഗ് സ്റ്റാഫുകൾ, ആ സ്റ്റാഫുകളെ പിന്തുടർന്ന് നിൽക്കുന്ന മറ്റ് വ്യക്തികൾ, ഇവിടുത്തെ ക്യാൻറ്റീൻ, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ മറ്റ് കോർഡിനേഷനുകളെല്ലാം എന്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നു. ഇന്ന് വളരെ സുന്ദരമായി ഞാൻ ജീവിതം നയിക്കുന്നു. എന്റെ പഴയ രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുന്നു. പഴയ എന്റെ ഡസ്റ്ററും ബെൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞാനിന്ന് പോകുന്നു. ഇന്ന് ഞാനിവിടെ എത്തിയത് എന്റെ ബെൻസിൽ തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്.
നിങ്ങൾ ഓരോരുത്തരും മദ്യത്തിനെതിരായി പ്രവർത്തിക്കുക. ഇന്ന് ഞാൻ എന്റെ സമൂഹത്തിൽ, എന്റെ അയൽവക്കത്ത് എന്നോടൊപ്പം മദ്യപിച്ചിരുന്ന എന്റെ സുഹൃത്തുക്കളെ ഞാനിന്ന് എങ്ങനെയെങ്കിലും മദ്യത്തിൽ നിന്ന് വിമുക്തനാക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓരോരുത്തരെയും മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മദ്യം കുറച്ചെങ്കിലും നിങ്ങൾ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അവർ പലരും പല രീതിയിൽ കമന്റുകൾ ചെയ്യുന്നുണ്ട്. നീ വലിയ മോഷ്ടാവായിരുന്നില്ലേ, പിന്നെ ഇപ്പൊ ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട എന്ന് വരെ കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ പഴയ രീതിയിലേക്ക്, നല്ല രീതിയിലേക്ക്, മദ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള പ്രയാണം ഞാനും ചെയ്യുന്നുണ്ട്. SK ഇങ്ങനെ ഒരു പ്രയാണം ചെയ്യുന്നത് വളരെയധികം സന്തോഷത്തോടെ ഞാൻ കാണുന്നു. ഇത് കേരളം മൊത്തം ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ, ആശംസകൾ ഉണ്ടാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. 24-നും അതിനുള്ള എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലഹരി വിരുദ്ധ യാത്രക്കിടയിൽ നമുക്കൊരു പക്ഷേ പ്രചോദനമേകുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ലഹരി വലയുടെ കുരുക്കിൽ നിന്ന് മനുഷ്യർക്ക് കരകയറാൻ പറ്റുക, അല്ലെങ്കിൽ കരകയറാൻ പറ്റും എന്നതിന്റെ നമ്മളുടെ മുന്നിലുള്ള ഒരു തെളിവ് കൂടിയാണ് ശ്രീ ഷാ. വളരെ നന്ദിയോടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഇനിയും നമ്മൾ ക്ഷണിക്കുന്നത് സ്വാമി ജ്ഞാനതീർത്ഥയാണ്. അദ്ദേഹം ശിവഗിരി മഠത്തിൽ നിന്നുള്ള സ്വാമിജിയാണ്. അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുകയാണ്. സ്വാമിജിക്ക് ഇങ്ങോട്ട് വരുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ചും കേരളത്തെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായിരിക്കുന്ന ഒരു മഹാവ്യാധിയിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ഈ പ്രയാണം സൂര്യപ്രഭയാർജിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭാരതത്തിലെ രാഷ്ട്രപിതാവായിരിക്കുന്ന രാഷ്ട്രപിതാവ് നമ്മളോട് ഓർമ്മിപ്പിച്ച ഒരു വാക്ക്, 100 വർഷങ്ങളായി ഗാന്ധിജി നാരായണ ഗുരുദേവനെ ദർശിച്ച് ശിവഗിരിയിൽ എത്തിയിട്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ നാരായണ ഗുരുവുമായി ആശയവിനിമയം ഗാന്ധിജി നടത്തുന്നതായിരിക്കുന്ന സന്ദർഭത്തില് ഈ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവാകുമ്പോൾ എനിക്കുള്ള ഒരു ആഗ്രഹം, ഭാരതം ഒരു ലഹരി വിമുക്ത രാഷ്ട്രമായിരിക്കണം എന്നായിരുന്നു അന്ന് നാരായണ ഗുരുവുമായി ആൽമരച്ചുവട്ടിൽ വെച്ച് നടത്തിയ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാരായണ ഗുരുവിന്റെയും ആശയം മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നുള്ള തത്വമായിരുന്നു ഗുരുവിന്റെയും ആശയം. എന്നാൽ ഇന്ന് ഭാരതത്തിലുടനീളം, പ്രത്യേകിച്ച് ഈശ്വരന്റെ നാടാണ് എന്ന് പറയുന്നതായിരിക്കുന്ന കേരളത്തില് ഈ ലഹരി പദാർത്ഥങ്ങൾ വേണ്ടുവോളം ഉപയോഗിച്ച് മഹാവ്യാധികളിൽ കൂടി കടന്നു പോകുന്നതായിരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം വളർന്നിരിക്കുകയാണ്. ഇത് ഇന്ന് കൊച്ചുകുട്ടികളിൽ മാത്രം പറയേണ്ട, ഇന്ന് നമ്മളുടെ ഇടയിലുള്ളതായിരിക്കുന്ന സ്ത്രീ ജനങ്ങളിൽ കൂടി ഇത് മാരകമായി കടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യാധിയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇതുകൊണ്ട് ഉണ്ടാകുന്നതായിരിക്കുന്ന മഹാവ്യാധികളിൽപ്പെട്ട ഒന്നാണ് കരൾ രോഗം എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ആശുപത്രിയുടെ ഒരു പുത്രനാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാം. അപ്പൊ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് സ്വാമി ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞു. വിളിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലെ എന്റെ പിതാവ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അതാരാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ എസ് ഫദൽ എച്ച് വീരാകുട്ടി സാറാണ് എന്ന് പറഞ്ഞു. എന്താ കാര്യം? അദ്ദേഹമാണ് എന്നെ ഈ ഏത് മദ്യപാനം എന്നുള്ള മാരക രോഗമല്ല, അതുകൊണ്ടുണ്ടാകാവുന്ന ഒരു രോഗമായിരുന്നു ഏത്, ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ടായതല്ല കേട്ടോ. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ വക ഒരു വസ്തുവും എന്ത് ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല എന്ന് വേണം പറയാൻ. ബീഡി സിഗരറ്റുമൊക്കെ കണ്ടിരിക്കുന്നതല്ല, കഴിച്ചിട്ടും വലിച്ചിട്ടുമില്ല കേട്ടോ. എങ്കിലും എന്നെ അങ്ങനെയുള്ള ഒരു വ്യാധി കടന്നു പിടിച്ചു. അതിൽ അങ്ങേയറ്റം വരെ ഈശ്വരന്റെ കവാടത്തിൽ വരെ ചെന്ന എന്നെ ഈ ലക്ഷർ ഹോസ്പിറ്റലിലായിരിക്കുന്ന ഫദൽ സാറാണ് എന്നെ എന്ത് ചെയ്തത്, ആ രോഗത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പോഴും സാറ് പറയും, ഈശ്വരന്റെ കരങ്ങൾ എന്റെ കൈകളിൽ പ്രവർത്തിച്ചിട്ട് സ്വാമിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സാർ ഇപ്പോഴും എന്നോട് പറയാറുള്ളത്. ഞാനല്ല സ്വാമിയെ ഈ രീതിയിൽ രക്ഷിച്ചിരിക്കുന്നത്, കാരണം അങ്ങ് കവാടത്തിൽ എത്തിയതാണ് ഞാൻ. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നിവിടുന്ന് വിളിച്ചപ്പോൾ സന്തോഷമുണ്ടായ ഒരു കാര്യം,
ഇത്തിരി ഒരു മഹാവ്യാധിയായിരിക്കും ഈ ലഹരി പദാർത്ഥം നാം നിത്യവും ഉപയോഗിച്ചാൽ നമ്മളിൽ കടന്നുകൂടുന്നത്. അതിൽ നിന്ന് വിരളമായിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടേക്ക് തിരിച്ചു വരാൻ സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ചും നമ്മളുടെ കുട്ടികളിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന ഇതുപോലുള്ളതായിരിക്കുന്ന മഹാവ്യാധികളിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കളുടെയാണ്, അധ്യാപകരുടെയാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ വിദ്യാലയങ്ങളിൽ കാണാറുണ്ട്, വിദ്യാലയങ്ങളിൽ അവരുടേതായിരിക്കുന്ന ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരെ ഒന്ന് നിയന്ത്രിക്കാൻ പോലുള്ളതായിരിക്കുന്ന അവസരം ഇന്ന് ആര് നൽകുന്നില്ല? ഇവിടുത്തെ അധികാരികൾ നൽകുന്നില്ല. ആ പണ്ടുള്ള ശിക്ഷണത്തിൽ കൂടിയായിരുന്നെങ്കിൽ കുട്ടികൾ ഇത്രമാത്രം വഴിതെറ്റി പോകില്ലായിരുന്നു എന്നുള്ളത് ആര് മനസ്സിലാക്കണം? നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അമ്മയുടെ കമ്മല, അമ്മയുടെ വളയ, അമ്മയുടെ മോതിരങ്ങള്, അച്ഛന്റെ പോക്കറ്റിലുള്ളതായിരിക്കുന്ന സമ്പത്തുകള്, ഇതെല്ലാം പിള്ളേർ അപഹരിക്കും. എന്തിനു വേണ്ടി അപഹരിക്കുന്നു? ഇതുപോലുള്ളതായിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ആത്മനിവൃത്തി ഉണ്ടാകാൻ വേണ്ടി. എന്താണ് അവർക്കുണ്ടാകുന്ന ആത്മനിവൃത്തി എന്ന് നമുക്കറിയില്ല. ഈശ്വര സാക്ഷാത്കാരത്തിൽ കൂടിയുള്ളതാണോ എന്ന് നമുക്കറിയത്തില്ല. മറിച്ച് സ്വബോധത്തെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ നാം ഈ രാഷ്ട്രത്തിലെ ഏതോ മഹാവ്യക്തിത്വങ്ങളാണ് എന്നും അതുപോലെ തന്നെ ഈശ്വരന്റെ അനുഭൂതികളാണ് തന്നിൽ ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കുന്ന ബുദ്ധിയുടേതായിരിക്കുന്ന അന്ധതയിൽ കൂടി ഉണ്ടാകുന്നതായിരിക്കുന്ന ആ ബോധമണ്ഡലത്തിൽ കൂടിയാണ് അവർ സഞ്ചരിക്കുന്നത്. അതുപോലുള്ളതായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഈ ഭാരതത്തിൻ്റെതായിരിക്കുന്ന മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായിരിക്കുന്ന യജ്ഞമാണ് ശ്രീകണ്ഠൻ നായർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശിവഗിരി മഠവും ഇത് പറഞ്ഞപ്പോൾ വരുന്ന മാസം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ളതായിരിക്കുന്ന ഒരു പ്രയാണം എന്ത് ചെയ്തിട്ടുണ്ട്? മഠത്തില് അദ്ദേഹം വന്ന് സംസാരിച്ചതിന് ശേഷം മഠാധിപതിയായിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമികളുടെ തന്നെ നേതൃത്വത്തില് ഈ ലഹരിക്ക് വിരുദ്ധമായി കൊണ്ട് ആ തത്വത്തെ മുറുകി പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ഒരു പ്രയാണം നടത്താൻ മുൻകൈ എടുത്തിട്ടുണ്ട് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. മഹാവ്യാധികളിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്ന രോഗം, നമ്മുടെ ലക്ഷൂർ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒരു മഹാവ്യാധി പെട്ടിവിടെ എത്തിയാൽ ജീവന്റെ കണിക നമ്മളിൽ ഉണ്ടായെങ്കിൽ അതിന് വൈരുദ്ധ്യമുള്ളതായിരിക്കുന്ന ഡോക്ടർമാരുടെ ഒരു പാനൽ ഇവിടെ ഉണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഫദൽ ഡോക്ടറും അദ്ദേഹത്തിനെ ചുറ്റിയുള്ളതായിരിക്കുന്ന മറ്റ് എല്ലാ ഡോക്ടർമാരുടെയും അശ്രാന്ത പരിശ്രമം കൊണ്ട്, നിങ്ങൾ വിചാരിക്കും സ്വാമി ഇതൊരു തമാശയ്ക്ക് പറയുന്നതായിരിക്കും എന്നുള്ളത്. എന്റെ കയ്യിൽ നിന്ന്, എന്റെ ബന്ധുക്കളിൽ നിന്ന്, സന്യാസിമാരുടെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ചത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സ്വാമിയെ തിരികെ കിട്ടും. എന്നോട് അന്നുണ്ടായിരുന്നതായിരിക്കുന്ന നമ്മുടെ അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞ സ്വാമിയെ ഞാൻ ഉറക്കത്തിൽ നിന്ന് സ്വാമി ഉണരുമോ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല സ്വാമി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. ഇത് തുറന്നു പറയുകയാണ് ഞാൻ. അത്രയും നമ്മളെ ആ രീതിയിൽ കൊണ്ടുപോയി സംരക്ഷിച്ച് ഈ 9ാമത്തെ മാസത്തിൽ ഇതുപോലെ ഇവിടെ വന്നു നിന്ന് ലിവർ മാറ്റിവെച്ച് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇവിടെ മാറ്റിവെച്ചിട്ട് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ സംസാരിക്കണമെങ്കിൽ അത്രയും നല്ല ഒരു കെയർ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഈ ലക്ഷൂർ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതിന്റെ പരിണിത ഫലം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ ഹോസ്പിറ്റലിലെ എന്റെ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കുന്ന ഏറ്റവും സ്നേഹവാത്സല്യമുള്ളത് 8th ഞങ്ങളുടെ സിസ്റ്റർമാരോടാണ്. എനിക്ക് ഡോക്ടർമാരിൽ ഉപരി എന്തുള്ളത് സ്നേഹവും ബഹുമാനവും ഉള്ളത്. ഇന്നും ഞാൻ ആ നഴ്സുമാരെ എല്ലാവരെയും പോയി കണ്ടിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഈ സന്ദർഭത്തിൽ മറ്റൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ഡോക്ടർമാരുടെയും ശ്രദ്ധ നമ്മൾ ഓരോ പേഷ്യന്റിന്റെ പേരിലും ഉണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഈ പ്രയാണം നമ്മളുടെ വരും തലമുറകളിലേക്ക് ഈ പ്രയാണം ഉപകാരപ്രദമാകട്ടെ. ശ്രീകണ്ഠൻ നായർക്ക് ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹ ആശീർവാദങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗൽ ഗുരുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ല വാക്കുകൾക്ക് നന്ദി സ്വാമിജി. ഇനി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ സുരേഷ് CT. അദ്ദേഹം മരട് കൗൺസിലറാണ്. അദ്ദേഹവും ഇവിടെ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹോസ്പിറ്റലിന്റെ MD ദിവസ, കൂടാതെ പ്രിയങ്കരനായ SK, വേദിയിലുള്ള മറ്റുള്ളവരെ, ഈ യോഗത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ഹോസ്പിറ്റലിലെ പ്രമുഖരായിട്ടുള്ള
ഡോക്ടർമാര്, നഴ്സുമാര്, മറ്റു ജീവനക്കാർ. നഷ്ടപ്പെട്ടു പോകുന്ന കരുതിയ ഒരു ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മാരകമായിട്ടുള്ള കരൾ രോഗം ബാധിച്ചുകൊണ്ട് 6 മാസക്കാലമായി 6 വർഷക്കാലമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഒരു ഘട്ടത്തിൽ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകണം, ഗുരുതരമായിട്ടുള്ള സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഡോക്ടർ മുന്നറിയിപ്പ് തന്നപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ആ സർജറിയിലേക്ക് നീങ്ങുകയായിരുന്നു. അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് നമ്മുടെ പ്രിയങ്കരനായ ഫദൽ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള കോർഡിനേറ്റർമാരും മറ്റു സിസ്റ്റേഴ്സും എല്ലാത്തിൻ്റെയും നിസ്സീമമായിട്ടുള്ള സഹകരണം എൻ്റെ ഈ പൊതുജീവൻ നൽകുന്നതിനു വേണ്ടിയും നിങ്ങളുടെ മുമ്പിൽ വന്നതിന് 2 വാക്ക് പറയുവാൻ എനിക്ക് അവസരം തന്ന ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായിട്ടുള്ള മറ്റു എല്ലാ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർക്കും ഞാൻ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്തുടനീളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായ ഒരു കടന്നുകയറ്റമാണ് മദ്യവും മയക്കുമരുന്നും. നമ്മുടെ യുവജനത ഈ ആലസ്യത്തിൽപ്പെട്ട് നമ്മുടെ നാട്ടിൽ വൻ രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം നമ്മൾ പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു. പ്രതികരണം നമ്മളിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. ഇപ്പോ വാർത്താമാധ്യമങ്ങളിലൂടെ നിരന്തരം അതിന്റെ മേധാവികളാണെങ്കിലും എല്ലാവരും തന്നെ ഈ കേരളം ഒരു നല്ല രാജ്യമാക്കി മാറ്റുവാനുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ്. ഇപ്പോ SK സാറ് നിരന്തരമായിട്ട് ഞാനൊക്കെ നിരന്തരമായ സാറിന്റെ വാർത്തകളും വാർത്താ ചാനലുകളും ഒക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ മറ്റു വാർത്താ ചാനലുകളെല്ലാം കേരളത്തിൽ നിന്നും ഈ ഭവിഷ്യത്തുകളെ മദ്യവും മയക്കുമരുന്നും ഉന്മൂലനം ചെയ്തുകൊണ്ട് യുവാക്കളെ മുൻധാരയിലേക്കും നല്ല രീതിയിൽ വളർന്നു വരണമെന്നും ആഗ്രഹിക്കുന്ന ദൃഢപ്രതിജ്ഞയും കാര്യങ്ങളുമായിട്ട് നീങ്ങുന്ന ഇപ്പൊ ഇത് കഴിഞ്ഞാൽ മരട് കൊട്ടാരം ജംഗ്ഷനിൽ സാറിന്റെ പരിപാടിയുണ്ട്. അപ്പോ അതിന്റെ പ്രധാനം തുടങ്ങുന്ന സാറിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, കൂടാതെ തന്നെ ഫദൽ ഡോക്ടറിനും അദ്ദേഹത്തിന്റെ ടീമിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളുടെ ഈ ചെറിയ ചടങ്ങ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഞാൻ വേദിയിലേക്ക് ഇഷൽ ഫാത്തിമയെ ക്ഷണിക്കുന്നു. ഇഷൽ SK സാറിന് ഒരു ഉപഹാരം സമ്മാനിക്കാനായിട്ടാണ് കടന്നു വരുന്നത്. നമ്മളുടെ ചടങ്ങ് ഔദ്യോഗികമായി അവസാനിക്കുകയാണ്. ഒരു VPS ലേക്ക് ഷോറിന്റെ ഒരു അറിയിപ്പ് കൂടിയുണ്ട്. ഹോസ്പിറ്റലിൽ എത്തുന്ന, എമർജൻസിയിൽ എത്തുന്ന എല്ലാവർക്കും 50% ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം ഈ വേദിയിൽ അറിയിക്കുകയാണ്. ഒപ്പം ഈ മരട് മുനിസിപ്പാലിറ്റിയിലും അതുപോലെ കുമ്പളം പഞ്ചായത്തിലും താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടുത്തെ ആദ്യ ചികിത്സ തികച്ചും സൗജന്യമായിരിക്കും എന്ന വിവരവും കൂടി പങ്കുവയ്ക്കുന്നു. അല്ല, ആദ്യ ചികിത്സ ആദ്യ ചികിത്സ സൗജന്യമായിരിക്കും. അതുപോലെ രജിസ്ട്രേഷൻ ഫീ കൂടെ അതും ഫ്രീ ആയിരിക്കും. അപ്പോ IPOP ശരിക്കും ലേക്ക് ഷോറിന് എടുക്കാൻ പറ്റുന്നൊരു നിലപാടെന്താ അറിയാം കാര്യത്തില് കുറിച്ച് പറയാ. എന്നാലും ഞാൻ പറയുന്നത്, അതായത് കേരളത്തിലെ ഈ അഡിക്ഷന് വിധേയമായിട്ട് ചികിത്സ
വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞ പോലെ കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരുടെ കാര്യത്തിലൊരു നിലപാട് പറഞ്ഞാൽ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം നമുക്കത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് നിങ്ങൾ ആലോചിച്ചിട്ട് അറിയിച്ചാൽ മതി. കാര്യം ഇവിടെ പ്രഖ്യാപിച്ച് പരിപാലിക്കണമെന്നില്ല. പ്രഖ്യാപിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടല്ല, SKNന്റെ ഈ യാത്ര തുടങ്ങിയ അന്ന് മുതൽ കണ്ടുവരുന്ന ആ ജനബാഹുല്യം കാണുമ്പോൾ എത്രമാത്രം പേഷ്യന്റ് ഉണ്ടാവും, അവരൊക്കെ ഉൾക്കൊള്ളാൻ നമ്മുടെ ഫെസിലിറ്റി മതിയാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ 20 ബെഡുള്ളത് 20, 25, 30 ബെഡ് ആക്കുന്നതുകൊണ്ട് തീരുണ്ടായ പ്രശ്നം. അത് തീർക്കാവുന്നത്ര നമ്മൾ അങ്ങനെ യാത്രയോടുകൂടെ ഇതൊന്ന് അവസാനിക്കട്ടെ എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുക. അതിലെല്ലാവിധ ഐക്യദാർഢ്യം നമ്മൾ ഉണ്ട്. ഒന്നും കൂടി പറയാം, ഡോക്ടർ പറഞ്ഞ പോലെ പുതിയ യേശുക്രിസ്തുമാർക്ക് എനിക്കാതിരിക്കട്ടെ അല്ലേ? അല്ല, എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. നമ്മുടെ ഈ യാത്ര ഇത്രയും ജില്ലകൾ പിന്നിട്ടപ്പോ ഒരു MDMAക്കെങ്കിലും അഡിക്റ്റ് ആകാത്ത ഒരു ഗ്രാമം പോലും കേരളത്തിലില്ല. ഇപ്പോ അതൊരു ഫാക്റ്റാണ്. അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതൊരു ഭാരിച്ച പണി തന്നെ. എനിക്ക് വന്ന് സൈക്കാട്രിസ്റ്റുകൾക്കൊക്കെ വലിയ പണി വരാൻ പോവാ. ഡോക്ടർ ചിരിക്കുന്നു. ഡോക്ടർ വേറെ ചിരിച്ച. ഓക്കെ, അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മള് എതിർപ്പുകളൊന്നും നമുക്ക് വിഷയമല്ല. പല ആൾക്കാർക്കും അസ്വാസ്ഥ്യമൊക്കെ വന്നു തുടങ്ങി. പ്രത്യേകിച്ച് ഈ പോലീസ് അറസ്റ്റൊക്കെ കൂടുതലാക്കി, റെയ്ഡുകൾ കൂടുതലാക്കി, പരിശോധന കൂടുതലാക്കി. ഞാൻ പിന്നെ മികച്ച കലാലയങ്ങളിലൊക്കെ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒന്നും അനുമതിയില്ലാതെ പോലീസ് കടന്നു വരും, അവര് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വാർത്താ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും. അപ്പൊ നിങ്ങളുടെ ഖ്യാതിയൊക്കെ ചിലപ്പം പ്രശസ്തിയൊക്കെ ചിലപ്പം തൽക്കാലത്തേക്ക് ഷേക്കാവും. പക്ഷെ അതൊന്നും ഇപ്പൊ ആൾക്കാർക്ക് പേടിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എത്ര ആളുകളാ വിളിച്ചു പറയുന്നത്. വൈക്കം ക്ഷേത്ര സന്നിധി ഞങ്ങൾ നിൽക്കുമ്പോ ഒരമ്മ തന്നെ ഇങ്ങനെ നെഞ്ചു പൊട്ടി പറയുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യമൊന്നും മറക്കാൻ പറ്റത്തില്ല. ആ ഗോപുരത്തിന്റെ മുന്നിൽ നിന്നിട്ട് വൈക്കം ക്ഷേത്രമല്ല, ഇത് എനിക്കൊന്ന് വൈക്കമായിരുന്നു, നമ്മള് ആറന്മുള ക്ഷേത്ര നടയിലായിരുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ ഒരിത്രയും പേടിയാണ് ആളുകൾക്ക്. എന്ന് വെച്ചാല് നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു കുട്ടി പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പം 13-14 വയസ്സുള്ള മകൻ അമ്മയെ എങ്ങനെ കാണുമെന്നുള്ള പേടിയിലാണ് അമ്മമാർ. അവൻ കത്തിയെടുത്ത് കുത്തുന്നതല്ല അവരുടെ പേടി. അത്ര ആശങ്കയിലാണ്. കാരണം ഈ ആലുസിനേഷൻ ഡോക്ടർ പറഞ്ഞ പോലെ വളരെ കൂടുതലായതുകൊണ്ട് അവൻ എന്താണ് അവനെന്ന് ചിന്തിക്കുന്ന പോലും നമുക്ക് പേടിയാണ്. നമുക്കതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കിനി 1 മണിക്കൂർ പോലും അത് വിട്ടുകളയാൻ പറ്റത്തില്ല. കാര്യം ജനങ്ങൾക്ക് ഈ അപകടം ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഒരു ഷാപ്പിക്കരി കള്ളുപിടിച്ചെന്ന് പറയുന്നുള്ള പ്രശ്നമല്ല ഇത്. കള്ളുടി നിർത്തി ആ പ്രശ്നം തീരില്ല, അങ്ങനെ നിർത്തിയില്ലല്ലോ, അതല്ലേ പ്രശ്നം. എന്തായാലും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഒന്നുകൂടെ ഒരിക്കൽ കൂടി ഞാൻ ലേക്ക് ഷോറിന്റെ ചെയർമാൻ ഡോക്ടർ ഷംസീർ വായലിനെ അഭിനന്ദിക്കുന്നു. ഈ മഹാദൗത്യത്തിന് അദ്ദേഹവും MD ശ്രീ SK അബ്ദുള്ളയും നിങ്ങളും നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. ഞങ്ങളിത് കാസർഗോഡ് അവസാനിപ്പിക്കുമ്പോഴും ഈ ദൗത്യം വിജയിക്കാൻ നിങ്ങളെ അറിയിക്കും. താങ്ക് യു.